ഒരു വ്യക്തി പോലും നശിച്ചു പോകുകയില്ല. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഞാൻ സമൃദ്ധി അനുഭവിക്കും. ഞാൻ നന്മ കാണും. കർത്താവിൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ഒരാത്മാവിനോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല, പ്രവേശനമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വാലല്ല തലയത്രേ. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ഇന്ന് യൂട്യൂബിലൊക്കെ ലൈവ് കാണുന്നവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ ഈ സൂം പ്രെയറിലേക്കുള്ള ലിങ്ക് അവിടെയുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവം സകലത്തിലും നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. വചന ചിന്ത. ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലതായ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും. സ്നേഹത്തെയും പിതാവിനോട് ചോദിക്കാൻ കർത്താവ് തരും. നമ്മൾ ചോദിക്കുന്നതൊക്കെ നമ്മൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ കേട്ടു അല്ലെ. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുന്നുള്ള വാക്യങ്ങളാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ സ്വഭാവത്തെ യേശുക്രിസ്തു അത് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പുത്രത്വം വെളിപ്പെട്ടിട്ടില്ലായിരുന്നു, ദാസത്വമായിരുന്നു. മനുഷ്യൻ ദാസനായിരുന്നു. അവിടെ നിന്നും ക്രിസ്തു മുഖാന്തരം നമ്മൾ പുത്രന്മാരായി തീർന്നിരിക്കുന്നു, മക്കളെങ്കിലോ അവകാശികളായി തീർന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ പിന്നെയും വചനങ്ങളെ കേൾക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. തുടർന്നും നമുക്ക് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ തുടർച്ചയായിട്ടുള്ള വചനങ്ങളെ കേൾക്കാം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഏത് സമയത്താണോ നിങ്ങളിത് കാണുന്നത്, ഏത് രാജ്യത്താണോ, ഏത് പ്രതിസന്ധിയിലാണോ, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം കാണും. ആമേൻ പറഞ്ഞ് ഈ വചനത്തിന്റെ ആദ്യ ഭാഗം തന്നെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ദൈവത്താൽ ഒരു സാക്ഷ്യത്തെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. ആമേൻ. നമുക്കിവിടെ കാണാൻ പറ്റും, പരിചിതമായ വാക്യമാണ്. നിങ്ങൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യേശുക്രിസ്തു പറയുന്ന ചില വാക്കുകളാണ്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു സ്പഷ്ടം. കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ ശക്തി കൊണ്ട്, നമ്മളിത് വാക്യം പണ്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇവിടെ കർത്താവ് ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഒരു തെളിവ് പറയുകയാണ്. എന്താണ് ദൈവത്തിന്റെ രാജ്യം? ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ശക്തി കൊണ്ട് പിശാചുക്കൾ എവിടെയാണോ പോകുന്നത് കാണാൻ കഴിയുന്നത്, അവിടെ എന്തു സംഭവിക്കും? ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി അവിടെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയിൽ നിന്നും ഭൂതം വിട്ടുപോകുന്നു. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ തന്നെ 10-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്കതിൻ്റെ താഴേക്ക് വരുന്ന ഭാഗത്തിൽ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. കർത്താവിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തി അവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിടെ ഊമനായ ഒരു ആത്മാവിനെ പുറത്താക്കിയ നിമിഷം ആ വ്യക്തി സംസാരിച്ചു തുടങ്ങി എന്ന് വചനത്തിൽ പറയും. നോക്കിക്കേ, ഈ വാക്യം നിങ്ങൾ നോക്കിയാൽ പറ്റും. ലൂക്കോസ് എനിക്ക് വന്നത് 9-ലാണ്. അതിനുശേഷം ഭൂതങ്ങളെ പുറത്താക്കി ദൈവം അത്ഭുതങ്ങളെ ചെയ്തതിനു ശേഷം ഊമനായ ഒരു മനുഷ്യനെ അവിടെ കാണുന്നുണ്ട്.
ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ മനുഷ്യനെ, ഊമനായിരിക്കുന്ന മനുഷ്യന്റെ മേൽ വേഗത്തിൽ യേശു ക്രിസ്തു, ദൈവ വാക്യം നോക്കി, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവനെ പൊടുന്നനെ നിലവിളിച്ചു, അവൻ നിരപ്പിച്ചു. ഇവിടെ നോക്കിയേ, ഈ 38 വാക്യം, 9 അധ്യായത്തിന്റെ 38 വാക്യം. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവനോട് അപേക്ഷിച്ചു. അവൻ ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനെ നിലവിളിക്കുന്നു, അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ തന്നെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചിട്ട് അവർ കഴിഞ്ഞില്ല. അതിന് യേശു പറഞ്ഞുകൊണ്ട്, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, നിങ്ങൾ എന്നെ വിട്ട് നിങ്ങൾ ഇവന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള കുറേ കാര്യം കർത്താവ് അവിടെ പറഞ്ഞതിന് ശേഷം താഴേക്ക് പറയുന്നു, അവൻ വരുമ്പോൾ ഭൂതം അവനെ തള്ളിയിട്ടിട്ട് യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലൻ സൗഖ്യം വന്നു. നോക്കിക്കേ, ദൈവരാജ്യത്തിന്റെ ശക്തിയെപ്പറ്റി പറയുന്നു. ദൈവാത്മാവ് കൊണ്ട് യേശു ആ രോഗിയായിട്ടുള്ള ഊമനും ചെകിടനുമായി, അല്ലെങ്കിൽ ആ ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്ന ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ്റെ മേലൊന്ന് ഒരു ദുരാത്മാവ്, ഒരു ഭൂതം വിട്ടുപോയപ്പോൾ അവൻ സൗഖ്യമായി എന്ന് പറഞ്ഞു. അപ്പൊ രോഗത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന പിശാചുക്കളുണ്ട്. രോഗത്തിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ പുറത്താക്കി അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ യേശുക്രിസ്തു പറയുന്നു, ദൈവശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കണം. ദൈവശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം ഇവിടെ ദൈവശക്തി എന്ന് പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ വാക്ക് തന്നെ, മത്തായിയുടെ സുവിശേഷം 12 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പോൾ ലൂക്കോസിൽ പറയുന്നു ദൈവശക്തിയെന്നും മത്തായിൽ പറയുന്നു ദൈവാത്മാവ്. നോക്കി, നിങ്ങൾ 2 വാക്ക് ഞാൻ മാറ്റി മാറ്റി കാണിക്കുന്നുണ്ട്. ലൂക്കോസിൽ പറയുന്നു ദൈവശക്തി കൊണ്ട് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. മത്തായിൽ പറയുന്നു ആത്മാവ് കൊണ്ട്, പരിശുദ്ധ ആത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ആത്മാവ് കൊണ്ട്, നിങ്ങൾ ആ വാക്ക് നോക്കി, പരിശുദ്ധാത്മാവിനാൽ എന്നൊരു പദമാണ്. പരിശുദ്ധാത്മാവിനാൽ. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഭൂതങ്ങളെ വിട്ടുപോകാം. ഈ ഭൂതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതിനെ തടുത്തു വെക്കുന്ന ചില സംഭവങ്ങളുണ്ട്. രോഗത്തെ രോഗിയാക്കിയിടുന്ന, നമ്മുടെ മുമ്പിൽ ഉയരാൻ കഴിയാതെ നമ്മുടെ തലമുറകളെ മദ്യപാനത്തിലും മറ്റ് വിഷയങ്ങളിലുമൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ഞങ്ങളോട് എപ്പോഴും പറയാറില്ലേ, ബൈബിൾ പറയുന്നതിന് വിരോധമായി പൊങ്ങി വരുന്ന ഏത് വിചാരത്തെയും ഇടിച്ചു കളയുവാൻ ദൈവമൊക്കെ അധികാരമുണ്ട്, ശക്തിയുണ്ട്. എങ്ങനെ? ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയുന്ന ദൈവാത്മാവ്. എങ്ങനെയാണ് ഈ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത്? ഇനി 29 വാക്യത്തിൽ ഒരു ഉദാഹരണം യേശു പറയുകയാണ്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ അവന്റെ വീട് കവർച്ച ചെയ്യാം. അപ്പൊ ഉദാഹരണമായിട്ട് കർത്താവ് പറയുകയാണ്, ഒരു ബലവാനായ ഒരു മനുഷ്യൻ, ആ ബലവാനായ ഒരു മനുഷ്യനെ പിടിച്ചു കെട്ടി ആ വീട്ടിൽ ഒരു വീട്ടിൽ കവർച്ച നടത്തണമെങ്കിൽ, ആ വീട്ടിൽ ബലവാനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ ബലവാനായ മനുഷ്യനെ പിടിച്ചു കെട്ടണം. അങ്ങനെ പിടിച്ചു കെട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ കവർച്ച ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആ ബലവാൻ എന്ത് ചെയ്യും? പിടിച്ചു കെട്ടാൻ വരുന്നവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പൊ കർത്താവ് തുടക്കത്തിൽ പറഞ്ഞ വാക്ക് മറക്കല്ലേ, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇവിടെ താഴേക്ക് ഒരു ഉദാഹരണം കർത്താവ് പറഞ്ഞ, ബലവാനെ പിടിച്ചു കെട്ടുന്നു. അപ്പൊ ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ് കവർന്നെടുക്കുന്നത് പോലെ പിശാചിനെ പിടിച്ചു കെട്ടുവാൻ നമുക്ക് ബലം ആവശ്യമാണ്. അതുകൊണ്ടാണ് ലൂക്കോസ്ലിഹായുടെ സുവിശേഷത്തിൽ തെറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നതല്ല, അവിടെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ശക്തി എന്ന. ശക്തി ഉള്ളവന് പിശാചിനെ പിടിക്കാൻ പറ്റും. ഒന്നുകൂടെ വാക്ക് ഞാൻ രണ്ടായിട്ട് പറയുകയാണ്, ശക്തിയുള്ളവന് ആത്മാവിനെ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആത്മാവുള്ളവന് പിശാചുക്കളെ പിടിക്കാൻ പറ്റും. ശക്തിയുള്ളവന് പിശാചിനെ പിടിക്കാൻ പറ്റും, ആത്മാവുള്ളവൻ, രണ്ടും ഒരേ വാക്ക് തന്നെയാണ്. പക്ഷെ ശക്തി എന്നൊരു പ്രയോഗം അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അവിടെ ആത്മാവെന്ന് പറഞ്ഞിട്ട് പറയാണ്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല.
നോക്കിക്കേ, അപ്പൊ പരിശുദ്ധാത്മാവുള്ള നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് എന്നൊരു പ്രയോഗം ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായ ഒരു പദമാണ്. പരിശുദ്ധ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കൊണ്ട് എന്ന് പറയുന്നതിനൊരു ഉദാഹരണമായിട്ടൊരു നല്ല മലയാളം പറഞ്ഞ അത് കൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഒരു ഉദാഹരണം പറഞ്ഞ് അതുള്ളത് കൊണ്ട്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് അല്ല, ഒരു കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി പറയുക. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് കാർ ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, യാത്ര ചെയ്യാൻ പറ്റി. അപ്പൊ ഈ കൊണ്ട് എന്ന് ഉപയോഗിക്കുന്ന പദത്തിൽ എനിക്കത് ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റി. എന്നാൽ ഇവിടെ അത് ഉള്ളത് കൊണ്ട് എന്ന പദത്തേക്കാൾ അതിനാൽ എന്ന പദം, അതിനാൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥം വരുന്നതാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ശക്തിയാന്ന് പറ. പരിശുദ്ധാത്മാവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും കാണാൻ കഴിയത്തില്ല, അല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നം അങ്ങോട്ട് നീങ്ങി പോകാത്തത്? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു ശക്തി പ്രവേശിക്കുന്നതും നമ്മൾ പോലും അറിയാത്തൊരു ബലം ഉണ്ടാകുന്നതും പിന്നത്തേതിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ആ പ്രശ്നം എങ്ങനെയൊക്കെയോ മാറിപ്പോയ സാക്ഷ്യം അല്ലെങ്കിൽ മാറിപ്പോയ അനുഭവം നിങ്ങൾ ചിലപ്പോൾ കേൾക്കാറില്ല. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്കെല്ലാം അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് അവിടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ സ്തുതിച്ചപ്പോൾ നമ്മൾ പോലും അറിയാം. ചിലപ്പോൾ നിങ്ങൾ പറയാറില്ലേ, ബ്രദറെ ഞാൻ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് എല്ലാം മറന്ന് ദൈവത്തെ അങ്ങ് ആരാധിച്ച് സ്തുതിച്ചപ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ ശരീരത്തിലേക്ക് ഒരു അനുഭവം ഉണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ചു. പക്ഷെ മടങ്ങി വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞാൻ തന്നെ അതിശയിച്ചു പോയി, കർത്താവെ വലിയ ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ സാക്ഷ്യം കേൾക്കാം. എന്താണ് അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് മാനുഷിക പ്രാർത്ഥനകൾക്ക് അപ്പുറമായ ചില തലങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാത്തൊരു ഒരു സ്പിരിച്വൽ വാർഫെയർ, ആത്മയുദ്ധം എന്ന് പറയും, സ്പിരിച്വൽ വാർഫെയർ. ഇവിടെ നിങ്ങൾ നോക്കി, യേശുക്രിസ്തു പറയണ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരുവാൻ കഴിയത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം പറയാം, നമ്മുടെ വീട്ടിലൊരു പറമ്പുണ്ടെന്നിരിക്കട്ടെ, പറമ്പിലേക്ക് കുറേ നാടോടികളായിട്ടുള്ള ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവരവിടെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് ഒരു ടെൻ്റൊക്കെ അടിച്ച് സ്വന്തം വീട് പോലെ താമസിക്കുക. നിങ്ങൾ കപ്പ ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമായിരുന്നു, നിങ്ങളവിടെ എന്തൊക്കെയോ കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കുമായിരുന്നു. ഇവർ വന്നിട്ട് എന്ത് ചെയ്തു, അത് മൊത്തം കയറി കൈവശമാക്കി താമസിച്ചത് പോട്ടെ. ഇനി കപ്പ ഇടണമെന്ന് പറയുന്ന സമയത്ത് അവർ പറയും, ഇത് നിങ്ങൾ മാറത്തില്ല, ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ഗുസ്തി പിടിച്ച് തോപ്പിക്കാൻ വേണ്ടി ചെന്നാൽ അവർ നിങ്ങളെക്കാൾ സ്ട്രോങ് ആണെന്നിരിക്കട്ടെ, നിങ്ങളെക്കാൾ അവർ ശക്തന്മാരാന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരെ പ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇനി അവരുടെ ആയുധമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്, അവരെ കീഴ്പ്പെടുത്തുവാനുള്ളൊരു ശക്തി. നിങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കയറിയിരിക്കുന്ന സകല പിശാചുക്കളെയും ജയിക്കുവാൻ പരിശുദ്ധാത്മാവിനാലുള്ള ശക്തി ആവശ്യമാണ്. നോക്കിക്കേ, അപ്പൊ യേശു നമുക്ക് പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തടസ്സങ്ങളെയൊക്കെ ഒന്ന് നീക്കി എനിക്കും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി മാറണം, എനിക്കും ഒരു അത്ഭുതമായി തീരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, നോക്കിക്കേ, ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇന്നു മുതൽ ആത്മാവിനാൽ ഇന്നതിനെ പുറത്താക്കാൻ വേണ്ടി പോവാ. ശക്തി, ഞാൻ ആ വാക്കിന്ന് ഉപയോഗിക്കുവാണേ. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് മീൻപിടുത്തക്കാരായ സാധാരണക്കാരായ കർത്താവിന്റെ ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ. യെശയ്യാവിൽ ഒരു വാക്യമുണ്ട്, ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി തീരും. നിങ്ങൾ ആ വാക്യം കണ്ടിട്ടുണ്ടോ? ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥ മാറി ഒരു പൂന്തോട്ടമായി മാറും, ആ പൂന്തോട്ടം ഒരു വനമായി മാറുമെന്ന് ഇതേ വാക്കിനെ പറ്റി യെശയ്യാവിൽ പറയുന്നുണ്ട്.
അപ്പൊ ശക്തി ധരിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ കൺട്രോൾ ചെയ്യുവാനാണ് ഇഷ്ടം. ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ആത്മാവിലൊക്കെ ആരാധിക്കുന്ന സമയത്ത്, ഭയങ്കരമായ ദൈവസാന്നിധ്യത്തിൽ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം മറന്ന്, ചിലപ്പോൾ നിങ്ങൾ തലയെ തുണിയിട്ടേക്കുന്ന നാളെ അതെല്ലാം നിങ്ങൾ മറന്ന് ഭയങ്കരമായിട്ട് ആരാധിച്ച് ഒരു അഭിഷേകത്തിൻ്റെ വലിയൊരു നിറവിലേക്ക് പോകുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു ആത്മാവിൻ്റെ അനുഭൂതിയിലേക്ക് നമ്മൾ കയറിപ്പോവും. ആത്മശക്തിയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കയറിപ്പോവും. ഇത് തന്നെയാണ് മർക്കോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത് അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു അന്യഭാഷകളിൽ പറയുവാൻ തുടങ്ങി. അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? നമ്മുടെ ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും മനസ്സിൻ്റെയും മുഴുവൻ നിയന്ത്രണത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന ഒരു തലം. ഈ ഒരു തലത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? അവരുടെ അകത്ത് ദൈവശക്തിയാൽ അവർ ഇതുവരെ പറയാത്ത അറേബ്യരുടെയും മേദ്യരുടെയും മെസപ്പൊട്ടോമ്യരുടെയും ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അറബി പഠിക്കാത്ത പത്രോസ് ലീഗ അറബിയിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളെ പറയാൻ തുടങ്ങി. മേദ്യരുടെയും മെസപ്പൊട്ടോമിയരുടെയും ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തിയിൽ പിന്നീട് പറയുന്നവർ പഠിപ്പില്ലാത്തവരെന്നും സാമാന്യ മനുഷ്യരെന്ന് കണ്ട് ജനം അതിശയിക്കുവാൻ തുടങ്ങി. പേടിത്തൊണ്ടനായ പത്രോസ് ലീഗ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവൊക്കെ ആക്കി വെച്ച്. എവിടുന്ന് കിട്ടിയ ധൈര്യവും ബലവും ഭാഷാവരങ്ങളും ആരോഗ്യവും ശക്തിയൊക്കെ? പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ. എങ്ങനെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത്? ഞാൻ താഴേക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിയേ, ഇവിടെ കർത്താവ് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇപ്പൊ ലൂക്കോസിൽ ഇല്ലാത്ത വാക്യം മത്തായിലുണ്ട്, മത്തായിലില്ലാത്തത് ലൂക്കോസിലുണ്ട്, മറക്കല്ലേ. ആരെങ്കിലും ഒരു മനുഷ്യന്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കത്തില്ല. നോക്കിക്കേ, എന്നിട്ട് വാക്കി പറയുകയാണ്, ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലതെന്ന് വെപ്പിൻ, അല്ലാത്താൽ വൃക്ഷം ചീത്തതും ഫലവും ചീത്തതായിരിക്കും. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. സർപ്പസന്തതികളെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മനുഷ്യന്റെ തൻ്റെ നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യനോ ദുഷ്ട നിക്ഷേപത്തിലും തീയത് പുറപ്പെടുന്നു. എന്നാൽ ഏത് മനുഷ്യൻ പറയുന്നത് നിസാര വാക്കിനാലും ന്യായദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടെന്ന് ഞാൻ പറയുന്നു. നോക്കിയേ, ഇതെല്ലാം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെയാണല്ലോ ബ്രദറെ കർത്താവ് ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, പരസ്പര ബന്ധമില്ലാതെയല്ല, ഇതിനെല്ലാ വചനത്തിനും ബന്ധമുണ്ട്. ലൂക്കോസിലോട്ടൊന്ന് വരാം, എന്നിട്ട് താഴേക്ക് വരാം. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. എന്നിട്ട് പറയാണ്, അവനിൽ ബലവാനായവനെ വന്ന് ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിക്കുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പകിട്ടെടുക്കുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശത്ത് കൂടി നടക്കുന്നു. താൻ വിട്ടുപോയ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് എന്ന് പറഞ്ഞ് ചെല്ലുന്നു. നോക്കിക്കേ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് നിറയുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ, ഇപ്പം കർത്താവ് ഇങ്ങനെ താഴേക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു വരുവാണേ. എന്നിട്ട് പറയുകയാണ്, ഒരു വ്യക്തിയുടെ മേൽ നിന്നും പിശാച് വിട്ടുപോയാൽ നീരില്ലാത്ത പ്രദേശത്തുകളിൽ തണുപ്പ് തെരഞ്ഞ് നടക്കുന്നു. നോക്കിയേ, അപ്പൊ പിശാചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം കർത്താവ് പറയാണ്, നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് നടക്കും. അപ്പൊ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? നീരില്ലാത്ത പ്രദേശം, വെള്ളമില്ലാത്ത പ്രദേശത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തണുപ്പ്. നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് വരത്തില്ല, അല്ലേ? നമുക്ക് എവിടെ മരുഭൂമി ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വെള്ളം കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്. ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും, അല്ലേ? ഭയങ്കര ചൂടായിരിക്കും. നമുക്കൊരു ചെറിയ തണുപ്പ് എവിടെ ഉണ്ടാകുന്നത്. അപ്പം നമുക്കൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എവിടെയോ ഒരു നല്ലൊരു അന്തരീക്ഷമുണ്ട്, ഒരു പ്രകൃതിയുണ്ട്, ഒരു പച്ചപ്പുണ്ട്, ഒരു വെള്ളമുണ്ട്, എന്തൊക്കെയോ ഒരു സംഭവം അവിടെ ഉണ്ട്. പക്ഷെ ചൂട് കാറ്റ് വരുവാണെങ്കിൽ നമ്മൾ പറയും ഇത് മരുഭൂമിയാണല്ലോ. പിശാച് ഒരു വ്യക്തിയുടെ മേൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവൻ എന്ത് തപ്പുമെന്ന് അറിയാവോ? അവൻ ഇങ്ങനെ തണുപ്പ് തപ്പി നടക്കും, തണുപ്പ് അന്വേഷിച്ച് നടക്കും. എന്നിട്ട് പറയാണ്, അവൻ കാണാഞ്ഞിട്ട് താൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് പറഞ്ഞു. അത് അടിച്ചു വാരി അലങ്കരിച്ചു കാണുന്നു.
അപ്പോൾ അവൻ വന്നിട്ട് ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവൻ അതിൽ കടന്ന് പാർത്തിട്ട് മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തതിനേക്കാൾ വല്ലാതെ ഭവിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു പുരുഷാരത്തിൽ ഒരു ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളൂ എന്ന് പറയും. അതിന് കർത്താവ് ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നതത്രേ ഭാഗ്യവാൻ. ഇതെല്ലാം നോക്കിയേ, ഇതെല്ലാം കണക്റ്റഡാ. അപ്പൊ എന്താണ് നീരില്ലാത്ത പ്രദേശം? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കാൻ പറ്റുന്നത്? അപ്പൊ പിശാച് നോക്കി, പിശാചിന്റെ ചൂടുള്ളോടത്ത് പിശാച് കേറത്തില്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ചൂടുള്ളോടത്ത് പിശാച് വരത്തില്ലെന്ന് പറ. ചൂടുള്ളിടത്ത് പിശാച് വരത്തില്ല. പിശാച് അന്വേഷിച്ച് നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ്. അപ്പൊ തണുപ്പുള്ളോടത്ത് ഇവന് കയറിയിരിക്കാൻ പറ്റും. അപ്പൊ തണുപ്പും ചൂടും ബൈബിളിന്റെ ഭാഷയിൽ എന്താണ്? അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുന്നത്, പരിശുദ്ധാത്മാവ് അഗ്നിനാവോടെ ഇറങ്ങി വന്നു. നോക്കി, അഗ്നിനാവോടെ. അതിന്റെ അർത്ഥം ഈ അഗ്നിയുടെ പ്രത്യേകത എന്തോ? അഗ്നിയുടെ പ്രത്യേകത ഭയങ്കര ചൂടാ. ആത്മാവ് അഗ്നിനാവ് പോലെ ഇറങ്ങി വന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് അഗ്നി പോലെ ഇറങ്ങി വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നീരില്ലാത്ത പ്രദേശത്ത് തണുപ്പ് അന്വേഷിക്കുന്ന പിശാചിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നോക്കിക്കേ, പിന്നെ അവിടെ നിൽക്കാൻ കഴിയത്തില്ല. പിശാചിന് പിന്നെ അവിടെ കറങ്ങാൻ കഴിയത്തില്ല. കാരണം പിശാച് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അവൻ തപ്പി നടക്കുന്നത് എവിടെയാണ് ഈ തണുപ്പ്. അപ്പൊ ഇവിടെ തൊട്ട് താഴെ ഒരു സഹോദരി വിളിച്ചു പറയുന്നുണ്ട്, കർത്താവിന്റെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ ഒരു സഹോദരി പറയുകയാണ്, കർത്താവിനെ പറ്റി പറയണം, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് എന്ന് വിളിച്ചു പറയുമ്പോൾ കർത്താവ് പറയണം, അവരൊന്നും അല്ല ഭാഗ്യവാന്മാർ. എന്നെ ചുമന്ന ഉദരമോ ഞാൻ കുടിച്ച മുലയോ അല്ല ഏറ്റവും ഭാഗ്യമുള്ളത്. കർത്താവ് എൻ്റെ പിതാവിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാൻ. അവർക്ക് എന്താ പ്രത്യേകത? അവരുടെ അകത്ത് എപ്പോഴും ഒരു ചൂടിൻ്റെ അനുഭവമായിരിക്കും. അവരുടെ അകത്ത് എപ്പോഴും ഒരു ചൂടുണ്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ വചനം പ്രമാണിക്കുക. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചോണേ, വചനം പ്രമാണിക്കുക. ഈ പ്രമാണിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തോ? പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുക, ആ വചനത്തെ അനുഗമിക്കുക എന്നൊക്കെ വാക്കുകൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലേ. അപ്പൊ വചനം കേട്ടിട്ട് വചനത്തെ അനുഗമിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നറിയാവോ? അവരുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവിന് പ്രവേശിക്കുവാൻ കഴിയും. നോക്കിക്കേ, പരിശുദ്ധാത്മാവിന് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വചനം കേട്ടിട്ട് വചനത്തെ ഫോളോ ചെയ്യുമ്പോൾ ബൈബിൾ തൊട്ടുമുഴുത്ത വാക്യത്തിൽ പറയുന്നത്, നീരില്ലാത്ത പ്രദേശത്ത് തണുപ്പ് അന്വേഷിച്ച് നടക്കുന്ന ഒരു പിശാചുണ്ട്. അവൻ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ഇറങ്ങിപ്പോയ ശരീരമാകുന്ന വീടിനെ പറ്റി പറയുകയാണ്, അത് അടിച്ചു വാരി അലങ്കരിച്ചു കാണുന്നു. അവൻ നോക്കുമ്പോൾ ഇപ്പൊ പ്രാർത്ഥനയില്ല, വചനമില്ല, സ്തോത്രമില്ല, ഇതെല്ലാം ഇല്ലാത്ത ഒരു ശരീരത്തിലേക്ക് അവന് വേഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയും വചനവും വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളിൽ വർദ്ധിക്കുവാൻ തുടങ്ങും. ആത്മാവിന്റെ അഗ്നി വർദ്ധിക്കും തോറും പിശാചിന് പിന്നെ അടുക്കുവാൻ കഴിയത്തില്ല. അവൻ അന്വേഷിക്കുന്നത് എവിടെയാ ഒരു തണുപ്പുള്ളത്, എവിടെയാണ് ഒരു തണുപ്പുള്ളത്, അവിടേക്ക് അവൻ പ്രവേശിക്കുവാൻ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും ഒന്ന് ശക്തിപ്പെട്ടേ. പലരും ചിന്തിക്കും, ബ്രദറെ, ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാലും വചനം കേട്ടാലും ഒക്കെ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ എന്നാ മാറ്റം ഉണ്ടാക്കാൻ? അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുക. അകത്ത് തീ കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? പിശാചിന് നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, യേശുവിന്റെ വചനം കേൾക്കുന്നവരല്ല, വചനം കേട്ടിട്ട് അത് പ്രമാണിക്കുന്നവർ, അതിനെ അനുസരിക്കുന്നവർ, അതിനെ അനുഗമിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകുമെന്നറിയോ? കർത്താവ് അവർ ഭാഗ്യവാന്മാരാ. അപ്പൊ തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിയ കാര്യം പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടുന്ന കാര്യം പറഞ്ഞു, ഇറങ്ങിപ്പോയ പിശാച് കറങ്ങി നടക്കുന്ന കാര്യം പറഞ്ഞു. അവൻ എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് അവൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരെയുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് കർത്താവായ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുകയും വചനത്തെ വിശ്വസിക്കുകയും ആരാധന ഉയരുകയും കർത്താവിൻ്റെ വചനത്തിന് വിരോധമായിട്ടൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അഗ്നി കത്തിക്കൊണ്ടിരിക്കും.
അവിടെ അഗ്നി കത്തിക്കൊണ്ടിരിക്കും. അവിടെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിശാചിന് മനസ്സിലാവും ഈ കുടുംബത്തിന്റെ അകത്ത് തൊടാൻ കഴിയത്തില്ല. ഇനി എന്താണ് അടുത്തൊരു തലത്തിലേക്ക് ഞാൻ പറഞ്ഞു തരാം. വചനത്തെ അനുഗമിക്കുക എന്നുള്ളത് എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളിപ്പം ഇവിടെ വന്ന് വചനം കേൾക്കുന്നുണ്ട്, നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ വചനം കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എല്ലാ ലോകത്തിൽ ഇഷ്ടം പോലെ വചനം അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ പല ഇടങ്ങളിലും വചനം കേൾക്കും. അപ്പം എന്താണ് ഈ വചനത്തെ അനുഗമിക്കുക എന്നുള്ളത്? വചനത്തെ അനുഗമിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അംഗീകരിക്കുക. രണ്ടാമത്തെ ഉദാഹരണം അതിൽ തന്നെയുള്ള വാക്യമാണ് അനുസരിക്കുക. മൂന്നാമത്തെ കാര്യം അനുഗമിക്കുക. നാലാമത്തെ കാര്യം അംഗീകരിക്കുക. ഇതെല്ലാം ചേർന്നൊരു വാക്കാണ് അവിടെ യേശു പറഞ്ഞിരിക്കുന്നത്, പ്രമാണിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ടു. കർത്താവിൻ്റെ വചനം കേട്ടിട്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു നോർമൽ പ്രാർത്ഥന അല്ലേ? ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മൾ ശക്തിപ്പെടണം. അന്യഭാഷാ വരം എന്നുള്ളത് നിർബന്ധമാണ്. വചനം അന്യഭാഷയും നിർബന്ധമാണ്. അന്യഭാഷാ വരം എന്തിനാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വ്യാപാരമുണ്ടാവും. വലിയൊരു ശക്തിയുടെ വ്യാപാരം ഉണ്ടാവും. അങ്ങനെ ദൈവശക്തിയുടെ ഒരു വ്യാപാരം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവം? ഒരു അഗ്നി നിങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ വചനം പറയുന്നത് കൊണ്ട് മാത്രം. ഇപ്പം വചനം പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. ബ്രദറെ, ഞാൻ വചനം പറയുന്നുണ്ട്. വചനം പറയുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ വചനം പറഞ്ഞ് ഈ വചനം പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷനുണ്ട്. നമ്മുടെ മനസ്സിൽ ഭയങ്കര ഭാരവും, നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു പ്രയാസവും, നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക, നമുക്ക് തന്നെ അറിയാം, നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾ വചനം പറയുന്നുണ്ട്, പക്ഷേ നമുക്കറിയാം നമുക്ക് തന്നെ ഒരു ധൈര്യമോ ബലോ, ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്വസ്ഥതയില്ല, നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പം ഈ വചനം പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം എപ്പോഴും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങളാണ് വചനം. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ആ കടയിൽ ചെന്നൊരു നാരങ്ങ വെള്ളം കുടിക്കാം. ഒരു ബേക്കറിയോ ഒരു ഹോട്ടലോ ഒരു ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ശരി ബ്രദറെ നമുക്ക് പോയി കഴിക്കാം. പക്ഷെ അങ്ങനെ ഒരു ബേക്കറി ഇല്ല, ഹോട്ടലും ഇല്ല, ഒരു സ്ഥലവും ഇല്ല. ഞാൻ പറയുക അവിടെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പറയാം, എൻ്റെ ബ്രദറെ ചുമ്മാ കൊതിപ്പിക്കാറ്, ഒന്നാമത്തെ മനുഷ്യൻ ദാഹിച്ചിരിക്കുമ്പോഴാണ് ബ്രദർ ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നത്. എന്താ കാര്യം എന്തുവാ? നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ ഒരു ഷോപ്പില്ല, ഒരു ബേക്കറി ഇല്ല, ഒരു റെസ്റ്റോറൻ്റ് ഇല്ല, ഒരു നാരങ്ങ വെള്ളം കിട്ടുന്ന ഒരു കൂൾ ബാർ അവിടെ ഇല്ല. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയും ബ്രദറെ ചുമ്മാ കൊതിപ്പിക്കാന്ന് പറയും. കാര്യം ബുദ്ധിയിൽ തപ്പിയിട്ട് അതിനെ കിട്ടാതെ വരുമ്പോൾ ടെൻഷൻ കയറും. നോക്കിക്കേ, അപ്പോൾ വചനം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം പറയുന്ന സമയത്ത് ബുദ്ധി ആക്റ്റീവ് ആവും. ഈ ലോജിക്ക് ഇല്ലാത്തതൊന്നും നമ്മുടെ മൈൻഡ് പിടിക്കത്തില്ല. ലോജിക്ക് വേണം നമുക്ക്. ബുദ്ധിക്ക് എപ്പോഴും ലോജിക്ക് വേണം. ബൈബിൾ വചനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഉദാഹരണം പറയാം, ബൈബിളിൽ ഇങ്ങനെ വചനം പറയുക, കർത്താവെ മോശയ്ക്ക് ഇസ്രായേൽ മകൾക്ക് വേണ്ടി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദൈവം ചെങ്കടൽ രണ്ടായി മുറിച്ചതുപോലെ എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. വലിയ വിശ്വാസവചനമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക. ഓർത്തോണേ, ഇത് മറന്നു പോകല്ലേ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വേണ്ടി പോവുക. ഇത് പറഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൽ ഇന്ന് വരെ കടൽ തീരത്ത് പോയ ആരെങ്കിലും ഉണ്ടോ? ഒരു തവണയെങ്കിലും കടൽ കണ്ട എത്ര പേരുണ്ട്? ടി വിയിലല്ല, നേരിട്ട് കണ്ടവരുണ്ട്. ഒരു നിമിഷം ഞാൻ കടലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോണേ. ഒരു നിമിഷം കടലിലോട്ട് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഒരു നിമിഷം കണ്ണടച്ച്, എന്നിട്ട് ഒരു നിമിഷം ആ നിങ്ങൾ പോയ ബീച്ചിൽ ഒന്ന് കണ്ണടച്ചിട്ട്, അത്രയും ഭയാനകമായ വലിപ്പമുള്ള തിരമാലയുള്ള ബീച്ചിന്റെ മുമ്പിൽ പോയി നിന്നേ, ഒന്ന് കണ്ണടച്ച് നിന്നേ. എന്നിട്ട് ഞാൻ ഇനി പറയാൻ വേണ്ടി ഇപ്പോൾ മോശയും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനവും ഈ ഭയങ്കരമായ കടല് തമ്പുരാൻ രണ്ടാക്കി കീറി മുറിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ അവരെ നടത്തി അക്കരെ കടത്തി എന്ന് പറയുമ്പോൾ, ഇപ്പൊ ബീച്ചിന്റെ മുമ്പിൽ കണ്ണടച്ച് നിൽക്കും. നിങ്ങൾ ചുമ്മാ ബീച്ചെ നോക്കിക്ക്, കാല് കഴുകിയതല്ലേ അവിടെ പോയി, ഒന്ന് കുളിച്ചതല്ലേ അവിടെ പോയിട്ട്. ഈ കടല് കീറുവെന്ന് പറഞ്ഞാൽ ലോജിക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് തലയ്ക്കകത്തുള്ളത് കൊണ്ട് ഉടനെ നമ്മുടെ ബുദ്ധി പെട്ടെന്ന് പറയും, എങ്ങനെ നടക്കാനാ? കണ്ടോ, ഒരു നിമിഷം നമ്മുടെ മനസ്സിലെ കടൽ നോക്കിയേ, അതെങ്ങനെ കീറാനല്ലേ, എങ്ങനെ മുറിയ, അഥവാ മുറിഞ്ഞാൽ തന്നെ ആ നിലവ് എങ്ങനെയാ ഉണങ്ങുന്നത്? ബൈബിൾ പറഞ്ഞത് ചിറ പോലെ നിന്നു, ഒരു മതില് പോലെ വെള്ളം നിന്നു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പം നമ്മുടെ ലോജിക്ക് നമ്മളെ പുറകോട്ട് വലിക്കും. ഇതുകൊണ്ടാണ് വചനം പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പിന്നെയും സങ്കടവും ഭാരവും ദേഷ്യവും ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം.
അതിനാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. നോക്കിക്കേ, അന്യഭാഷ പ്രാർത്ഥന എങ്ങനെയാണ് എൻ്റെ അകത്ത് തീ കത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യഭാഷ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അന്യഭാഷ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സിസ്റ്ററെ, മൈക്കൊക്കെ മ്യൂട്ട് ചെയ്തേ. അന്യഭാഷയിലൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? അന്യഭാഷ സംസാരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അന്യഭാഷ എനിക്ക് ബ്രദറെ ഇല്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ ഇരിക്കരുത്. അന്യഭാഷ വരെ നമ്മൾ എല്ലാ ദിവസവും അന്യഭാഷ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അതിൽ പങ്കുചേരണം. കർത്താവ് നിങ്ങളെ നിറയ്ക്കും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ചൂട് അനുഭവപ്പെടും. ഞാൻ ഈ ചൂടെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയാൻ തുടങ്ങി. ഇനി പത്രോസ് ലീഹാണ് നമുക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് ഓടി വരാവേ. പത്രോസ് ലീഹായെ ഇതെന്തോ വിളിച്ചു പറയുന്നത്? വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവരെ പോലെ ഈ വായി തോന്നുന്ന എന്തൊക്കെയോ പിച്ചും പേയൊക്കെ എന്താ പറയുന്നത്? ഇന്റർവ്യൂ എന്ന് വെച്ചാൽ പത്രോസ് ആർക്കറിയാം എന്നാ പറയുന്നെന്ന്. പിന്നെ എന്തിനാ ഇത് പറയുന്നത്? ഇതെന്താണ് ഈ പറയുന്നത്? തനിക്ക് അറിയത്തില്ലല്ലോ പത്രോസ് ലീഹായെ. അപ്പൊ എന്താണ് താങ്കൾ പറയുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് അറിയത്തില്ല എന്താ പറയുന്നെന്ന്. പിന്നെ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയുമ്പോൾ എൻ്റെ അകത്ത് ഞാൻ പോലും അറിയാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതാണ് സ്പിരിച്വൽ വാർഫെയർ. പത്രോസ് ലീഹായോട് ചോദിച്ചാൽ പത്രോസ് ലീഹ പറയും എനിക്ക് അറിയത്തില്ല. പക്ഷെ പൗലോസ് ലീഹ പറയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി അബലമാകുന്നു. എന്താണ് ഈ ബുദ്ധി? ലോജിക്കുകളുമായി കണക്ട് ചെയ്യുന്നതാണ് ബുദ്ധി. കടലിന്റെ മുമ്പിൽ പോയിട്ട് പറയുകയാണ് വലിയൊരു കപ്പലുണ്ടെങ്കിൽ നമുക്ക് ദുബായിക്ക് പോകാം. കടലിന്റെ മുമ്പിൽ പോയിട്ട് ഒരു വള്ളം ഉണ്ടെങ്കിൽ പോയി മീൻ പിടിക്കാം. കടലിന്റെ മുമ്പിൽ പോയിട്ട് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വരാം. പക്ഷെ അതിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ പറയുകയാണ് യേശു കർത്താവിന്റെ നാമത്തിൽ മോശയ്ക്ക് വേണ്ടി, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് വേണ്ടി കടൽ മുറിച്ചതുപോലെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ കരയാനല്ലാതെ എനിക്കൊന്നും വരുന്നില്ല ബ്രദറെ. കാര്യം വചനമൊക്കെ പറയുമ്പോൾ ഒരു ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കഴിയുമ്പം ബ്രദർ പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ മനസ്സ് പിന്നെ അങ്ങ് ഇടിയുക ബ്രദറെ. കാരണം ആത്മാവിൽ ആ തീ കത്തുന്നില്ല കേട്ടോ. ആത്മാവിൽ തീ കത്തുന്നത് എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാവോ? ആത്മാവിൽ തീ കത്തുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും. അനുഗ്രഹത്തിന് വിരോധമായി തടസ്സം ഉണ്ടോ? ഉണ്ട്. എന്നാ തെളിവ്? അനുഗ്രഹം കാണാതെ വരുന്നതൊരു തടസ്സമാണ്. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഏത് വിചാരത്തെയും ഞാൻ ഇടിച്ചു കളഞ്ഞെന്ന് പൗലോസ് പറയുന്നതിന്റെ ആത്മയുദ്ധത്തെ പറ്റി അവിടെ പറയുന്നത്. അപ്പൊ അന്യഭാഷ വചനം പറയുകയും അന്യഭാഷ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ അഫലമാക്കണം. വചനം പറയുമ്പോൾ ബുദ്ധി അഫലമല്ല. വചനം പറയുമ്പോൾ ബുദ്ധി ആക്റ്റീവാണ്. ഞാൻ പറഞ്ഞ ലോജിക്ക് നമ്മളുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ യേശുവേ എൻ്റെ ദൈവമേ എനിക്ക് വീട്ടിൽ ആഹാരമില്ല കർത്താവേ. ബൈബിൾ പറയുന്നല്ലോ സറാഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് പ്രവാചകൻ വന്നതുപോലെ കർത്താവേ എൻ്റെ ശൂന്യമായ എണ്ണകളെ വർദ്ധിപ്പിക്കും കർത്താവേ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് തുറന്ന് നോക്കുമല്ലോ വല്ലതും വന്നു നോക്കിയിട്ട് കരിക്കലത്തിലേക്ക് ഒന്നുമില്ല, കഞ്ഞിക്കലത്തിലൊന്നുമില്ല, കറി വെക്കാനൊന്നും വന്നില്ല. പിന്നെ വചനം പറയുമ്പോൾ ബുദ്ധി നമ്മളെ കൊണ്ട് കണ്ണ് തുറന്ന് നോക്കുക. അതിന്റെ കാരണം ലോജിക്ക് എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പൊ ബുദ്ധി അഫലമാകണം. ആ വാക്യം ഞാൻ പെട്ടെന്ന് എടുക്കുക. അതിന്റെ വാക്യമല്ല, സമയം മുന്നോട്ട് പോയി എങ്കിലും പെട്ടെന്ന് ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാവേ. കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് ഞാൻ എന്തായാലും ഇത് പറയുന്നറിയാവോ? അന്യഭാഷ വരം നിങ്ങൾ പ്രാപിക്കണം. എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ കർത്താവിന് തരാൻ പറ്റും. അന്യഭാഷ എനിക്കില്ല ബ്രദറെ, ഓരോ എക്സ്ക്യൂസും അല്ലത്. കർത്താവ് തരും. അന്യഭാഷ എന്നുള്ളത് മസ്റ്റാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നത് ബൈബിൾ പറയുന്നുവെങ്കിൽ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അന്യഭാഷാ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ്. ബ്രദർ എനിക്ക് വേണ്ടി നല്ലതാണ് കേട്ടോ. ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഓർക്കാറുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുക. പക്ഷേ അന്യഭാഷ ഒരു മടിയും വേണ്ട, നിങ്ങൾക്കത് കിട്ടാൻ വളരെ എളുപ്പമാണ്. നോക്കിയേ ഈ വാക്യം നോക്കിയേ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും അറിയുന്നില്ല. പ്രവചിക്കുന്നവനോ നോക്കിയേ അന്യഭാഷയിൽ സംസാരിക്കുന്ന എനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് പൗലോസ് പറയും. നോക്കിയേ, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം. അപ്പം സഭയെ നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസിലേക്ക് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് പൗലോസിലേക്ക് എല്ലാവരും അന്യഭാഷ പറയണം? അപ്പൊ എല്ലാവർക്കും അന്യഭാഷ കിട്ടും. അയ്യോ ബ്രദർ എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ ജയിക്കുവാനുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ് അന്യഭാഷ. അന്യഭാഷാ വരം വേണം. വലിയ പാടൊന്നുമില്ല. അന്യഭാഷാ വരം കർത്താവ് തരും.
അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ബുദ്ധി അഫലമാകുന്നു. ഞാൻ ആ വാക്യം ഒന്ന് തപ്പിക്കോട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. നോക്കിയേ, അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഒന്ന് പൗലോസിലെ പറഞ്ഞത്, നമ്മൾ ഇവിടെ നോക്കിയേ, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പൗലോസിക്ക് ആ വാക്യം ഒന്ന് പെട്ടെന്ന്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ബുദ്ധി അഫലമാകുന്നു എന്നൊരു വാക്യമുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 14-ന്റെ 5-ാമത്തെ വാക്യം അല്ലേ? ഞാൻ ആ വാക്യം ഇങ്ങനെ കീറിപ്പോയി. ഓക്കെ, ആ വാക്യം ഒന്നുകൂടെ എടുത്ത്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അഫലമാകുന്നു. അപ്പൊ അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ബുദ്ധി എന്തായി തീരും? അഫലമാകും. അപ്പൊ നമ്മുടെ ലോജിക്കുകളെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ് അന്യഭാഷ. ലോജിക്കുകളെ കവിയും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും നമ്മളെ എപ്പോഴും വേട്ടയാടുന്നത് ലോജിക്കുകളാണ്. എന്താണ് അത്? അങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ. അത് നമ്മൾ പോലും അറിയാറ് നമ്മളെപ്പോഴും വേട്ടയാടുന്നുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയാം, നിങ്ങളുടെ തലമുറകൾ അവർക്ക് ചെറുപ്പം മുതലേ അവർക്ക് ബുദ്ധിമാന്യമുള്ള തലമുറയല്ലായിരിക്കാം, അവർക്ക് ഓട്ടിസം വിധി എഴുതിയതായിരിക്കാം, ജന്മത്തിൽ മാറത്തില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഒരിക്കലും ശരി, നമുക്ക് തന്നെ അറിയാമല്ലേ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ഇതൊന്നും മാറാൻ പോകുന്നില്ല. അതാരാ പറഞ്ഞത്? ബുദ്ധിയാ പറഞ്ഞത്. അതെങ്ങനെ മനസ്സിലായി? ലോജിക്ക് പ്രകാരം പറഞ്ഞതാ. അപ്പൊ അതിൽ ശക്തിപ്പെടണം. വിശ്വാസത്തിൽ ബലപ്പെടാനും ആത്മാവിൽ ശക്തിപ്പെടാനും വചനത്തിൽ ബലപ്പെടാനും നിങ്ങളെ സഹായിക്കുന്നത് അഗ്നിയിൽ പുറത്തേക്ക് വരുന്ന അന്യഭാഷാ പ്രാർത്ഥനയാണ്. അപ്പൊ അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ, ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണം. നോക്കി, നിങ്ങൾ ബലവാനെ പിടിച്ചു കെട്ടുകയാ. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വചനം ഇപ്പൊ ഉദാഹരണം, ഞാൻ ഒത്തിരി സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, പക്ഷേ ആ തുറന്നു വന്ന അന്യഭാഷയുടെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വചനത്തെ ഇട്ട് കൊടുത്താൽ ആ വചനം അതിൻ്റെ അകത്ത് കത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ പ്രവൃത്തികൾ ഉണ്ടായി വരുന്നത് കാണാൻ പറ്റും. നോക്കിയേ, അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ് അന്യഭാഷ. അപ്പൊ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അന്യഭാഷ വരം വേണമെന്ന്? എനിക്ക് ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുത്ത് അന്യഭാഷ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി അഫലമാകുന്നു. ഒരു വാക്യമുണ്ട്, അധ്യായം 14-ന്റെ 14. 14 ഞാൻ കുറെ നേരം നോക്കി. കാര്യം വചനം ഈ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ വചനം അറിയാമെങ്കിലും ഈ നോക്കി വരുമ്പോൾ ചിലപ്പോൾ അത് കാണത്തില്ല. നോക്കി, അന്യഭാഷയിൽ സംസാരിക്കുന്നവരെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നോക്കി, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമാകുന്നു. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാവേ. അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിലാ പ്രാർത്ഥിക്കുന്നത്. അതന്നെ ബ്രദറെ, ബുദ്ധിയിൽ പ്രാർത്ഥിച്ച കുഴപ്പം. ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിപ്പോ 10 കോടി രൂപ വലിയ വേണ്ട, ഒരു 10 ലക്ഷം രൂപ കടത്തിൻ്റെ അകത്തിരിക്കുക, വചനം പറയുക, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി നിർത്തുക. ഇത് പറയുമ്പോൾ കടക്കാരൻ എന്നെ വിളിച്ചോ എന്ന് ഫോൺ എടുത്ത് ഇടക്കിടയ്ക്ക് നോക്കും. പിന്നെയും വചനം പറയും, എന്റെ ദൈവമോ സ്വർഗത്തിൽ നിന്ന് എനിക്ക് ദൈവരാജ്യത്തിൽ നിന്ന് തുറന്ന് എനിക്ക് നന്മ തരും എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ആരാ? കടക്കാരൻ വന്നതാണോ? ഇതിങ്ങനെ ബുദ്ധി ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വചനം പറയുമ്പോൾ നമുക്കറിയാമല്ലോ ദൈവം സ്വർഗത്തിൽ നിന്ന് തരുമെന്ന്. പിന്നെ എന്തുകൊണ്ടാ ബ്രദറെ എനിക്ക് ടെൻഷൻ വരുന്നത്? ടെൻഷൻ വരുന്നതിന്റെ കാരണം ബുദ്ധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി എപ്പോഴും ലോജിക്ക് അന്വേഷിക്കും. അതെങ്ങനെ? ഈ രാത്രിയിൽ 10 ലക്ഷം രൂപ ലോൺ വെച്ചിട്ട് പോലും കിട്ടിയില്ല, ബന്ധുക്കാർ സ്വന്തക്കാർ നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പോലും അവരാരും തന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ രാത്രിയിൽ? അപ്പൊ നമ്മൾ പറയും കാക്ക അയച്ചതുപോലെ ദൈവം അയക്കും. പക്ഷെ ലോജിക്കൽ പ്രകാരം നമ്മുടെ നാട്ടിൽ പറന്നു പോകുന്ന കാക്ക ആർക്കും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല ആഹാരം കൊടുക്കുന്നത്. അങ്ങോട്ട് കൊടുത്താൽ മേടിച്ചുകൊണ്ട് പോകുന്നേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ലോജിക്കുമായിട്ട് പലപ്പോഴും ബുദ്ധിയും വചനവും ചേരാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ നമുക്ക് ബ്രദറെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ബ്രദറെ, എന്തൊക്കെയോ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നിങ്ങളെ സഹായിക്കുന്നു. സ്പിരിച്വൽ വാർഫെയർ. എവിടെയാണോ ബ്ലോക്കായി കിടക്കുന്നത് ആ ബ്ലോക്കുകളെ ബ്രേക്ക് ചെയ്യുവാൻ അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബുദ്ധി അവിടെ അഫലമാകുന്നു. ബുദ്ധി അഫലമാകുമെന്ന് പറഞ്ഞാൽ ലോജിക്കുകളെ അവിടെ ബ്രേക്ക് ചെയ്യുക. എന്താ ലോജിക്ക്? കടല് കീറുമെന്നുള്ളത് ബുദ്ധിയിൽ ചിന്തിച്ചാൽ നടക്കത്തില്ല, പക്ഷെ ആത്മാവിൽ കണ്ടാൽ ഇന്നും കടല് കീറും.
ഇതാണ് യേശു പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് നീരില്ലാത്ത പ്രദേശത്ത് ഇപ്പൊ പിശാച് തപ്പി നടക്കുക, എവിടെയാ തണുപ്പുള്ളത്. അപ്പൊ നമ്മൾ തണുത്തിരിക്കുക, ഓ എൻ്റെ ബ്രദറെ ഞാൻ ഇനി പ്രാർത്ഥിക്കുകയാണെന്ന്. ഞാൻ ബാക്കി നീരില്ല എന്നുള്ളത് ബാക്കി നമ്മൾ നാളെ പറയാം, നീരിനെ പറ്റി എന്താന്നുള്ളത്. ഇതാണ് യേശു പറഞ്ഞത്, ആത്മാവ് കൊണ്ട് ഭൂതങ്ങളെ. അതെന്നാ കർത്താവിന്റെ അർത്ഥം? മൂമനും ചെകിടനുമായ ചന്ദ്രരോഗം, ചുഴലി രോഗം പിടിച്ച ഒരു മകനെയായിട്ട് പിതാവ് വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടർ പറഞ്ഞു ഇവന് ചുഴലിയാണ്, ഇളകുമ്പോൾ എന്ത് കൊടുത്താൽ മതി? ആ ഇരുമ്പിന്റെ കഷ്ണം കൊടുത്താൽ മതി. എത്ര നാൾ വെക്കണം? ജീവിതകാലം മുഴുവനും ഇളകുമ്പം ഇരുമ്പ് വെച്ച് കൊടുക്കണം. അപ്പൻ സങ്കടപ്പെട്ടിരിക്കുക, അവന് ഭാവി പോയി. കാര്യം അപ്പന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ജോലിക്ക് പോയാൽ പെട്ടെന്ന് ഫോൺ വരും, അമ്മ വിളിക്കും, ദേ ചെറുക്കൻ പിന്നെ എന്ത് ചെയ്തു, ഇളകി ചുഴലി രോഗം വന്നവൻ നിലത്ത് കിടക്കുക. വെള്ളവും തീയും കണ്ടാൽ അങ്ങോട്ടെടുത്ത് ചാടും. അപ്പന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, സമാധാനമായി കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആരോ പറഞ്ഞത് അവിടെ ഒരു വിടുതൽ ശുശ്രൂഷയുണ്ട്, യേശു എന്ന പേര്. അവിടെ ചെന്നപ്പം ഭയങ്കര ബഹളം. യേശു ഉടനെ എന്ത് ചെയ്തു? ആത്മാവ് കൊണ്ട് അവന്റെ അകത്ത് വ്യാപരിക്കുന്ന രോഗത്തെയല്ല, രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ പുറത്താക്കിയപ്പോൾ അവന് സൗഖ്യം വന്നു. കണ്ടോ എന്നാ കർത്താവ് ഇതിന്റെ കാരണം? ആത്മാവിനാൽ. അപ്പൊ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തൊരു തീ കത്തണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ദൈവത്തിന്റെ വചനവും അന്യഭാഷയും. ഇതാണ് സ്പിരിച്വൽ വാർഫെയർ. തടസ്സങ്ങളെ ജയിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പം എനിക്ക് അന്യഭാഷ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. ഇന്ന് മുതൽ പറ, എനിക്ക് വേണം കർത്താവ്. എനിക്ക് പൗലോസ്ലീഹ പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ വചനം പറയുമ്പോൾ പല ആളുകളും തളരുവാൻ കാരണം ബുദ്ധി അവിടെ ആക്റ്റീവാണ്. ബുദ്ധി അവിടെ ആക്റ്റീവായി നിൽക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാമോ? ബുദ്ധി അവിടെ ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ വചനങ്ങളും ഏറ്റുപറച്ചിലും ഒക്കെ സങ്കടങ്ങളായി പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് തീർക്കാൻ വേണ്ടി പോവാണേ. നാളെ ഞാൻ അവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ശ്ലീഹായും കൂട്ടരും പേടിച്ച് വരണ്ട് അതിൻ്റെ അകത്തോട്ട് കയറി മർക്കോസിന്റെ മാളിക മുറിയിൽ. യഹൂദൻ കണ്ടാൽ ഇടിയുറപ്പ്, റോമൻകാർ കണ്ടാൽ ഇടിയുറപ്പ്. പേടിച്ച് ഭയപരവശരായിട്ടാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ യെരൂശലേം ദേവാലയത്തിന്റെ അവിടെ വന്നിരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് അവർ പയ്യെ കർത്താവ് ഒരു പാട്ടൊക്കെ പാടി, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നേക്കുമുള്ളത്. പയ്യെ ഒരു പാട്ടൊക്കെ പാടിയിരിക്കുന്ന സമയത്ത് ഉയരത്തിൽ നിന്ന് വലിയൊരു കാറ്റടിക്കുക. ബൈബിൾ പറയുന്നു, അഗ്നി നാവ് പോലെ, പിളർന്നിരിക്കുന്ന നാവ് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേലേക്ക് വന്നു. ആത്മാവ് വന്ന ഉടനെ പത്രോസ്ലീഹയുടെ കൺട്രോൾ അങ്ങോട്ട് പോയി. അതുവരെ പയ്യെ പ്രാർത്ഥിച്ച ആൾ, ഒച്ച കേട്ടാൽ യഹൂദന് ഓടി വന്ന് ഇടിക്കൂ എന്നുള്ള പേടി കൊണ്ട് പയ്യെ പ്രാർത്ഥിച്ച ആള് ഉറക്കെ അങ്ങോട്ട് അന്യഭാഷ. നിങ്ങൾ നോക്കി, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തിട്ട് പെട്ടെന്ന് പറയാവേ, അവിടെ നാളെ തുടങ്ങാൻ വേണ്ടി പോവാം. യെരൂശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ അകത്ത് വന്ന ജനത്തിന്റെ കണക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പള്ളി പെരുന്നാളിനൊക്കെ എത്ര ആൾക്കാർ വരും? നിങ്ങളൊന്ന് പറഞ്ഞേ, പള്ളി പെരുന്നാളിനൊക്കെ എത്ര പേര് വരും? ഏകദേശം ഒരു കണക്ക് പറയാമോ? ഒരു പള്ളി പെരുന്നാളിന് എത്ര പേര് വരും? ആയിരക്കണക്കിന് ആളുകൾ വരും. പള്ളി പെരുന്നാളിനൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന കാണാൻ പറ്റും അല്ല ഒരു പെരുന്നാളിന്? ഇവിടെ നോക്കിക്കേ, ഇവിടെ പല ജാതിയിലുള്ള പല വിശ്വാസത്തിലുള്ള അനേക ആളുകൾ യെരൂശലേമിൽ ആ സമയത്ത് പെന്തക്കോസ്ത് പെരുന്നാൾ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി 10,000 വരിക. അപ്പൊ അത്രയും ജനങ്ങളുടെ ഇടയിൽ ഇവിടെ അന്യഭാഷ പറയുന്ന ആൾക്കാരുടെ വാക്ക്, ഭയങ്കര ഒച്ചയും ബഹളവും പാട്ടും ആരാധനയൊക്കെ അവിടെയുണ്ട്, ബാൻഡ് സെറ്റും ഒക്കെ ഉണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞ കേട്ടോ, വലിയ ബഹളം അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ശബ്ദത്തിന്റെ ഇടയിൽ ഈ 120 പേരുടെ ശബ്ദം അവിടെ അവർ ശ്രദ്ധിക്കണമെങ്കിൽ എന്തൊരു ബഹളത്തിലായിരിക്കും അവർ ആത്മാവിൽ ആയത്. അപ്പൊ അന്യഭാഷ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹയുടെ ശബ്ദം പോലും മാറി. അന്യഭാഷ അകത്തോട്ട് കയറിയപ്പോൾ, ആത്മാവിന്റെ ശക്തി അകത്തോട്ട് കയറിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ, ഒരു മൈക്കില്ല, ബോക്സ് ഇല്ല, ബാൻഡ് സെറ്റ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ നമ്മൾ മൈക്ക് വെച്ചിട്ട് പോലും പറയുന്നത് കേൾക്കുന്നില്ലെന്നാ പറയുന്നത്. ഇതൊന്നുമില്ലാഞ്ഞിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കാൻ വേണ്ടി വന്നെങ്കിൽ ആത്മാവിൽ നിറയുന്നവൻ ബുദ്ധിയെ കവിയുന്ന, ചിന്തകളെ കവിയുന്ന, സൗണ്ടിനെ മറികടക്കുന്ന, മാനുഷിക തലങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു ശക്തിയിലേക്ക് നിങ്ങൾ കയറി വരിക അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. ആഗ്രഹിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മൾ കേരളത്തിൽ പ്രാർത്ഥന വെക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും തീ കത്തുന്നത് പോലെ അന്യഭാഷയിൽ ആരാധിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന തലങ്ങളെപ്പറ്റി നമുക്ക് ബാക്കി തുടർച്ചയായിട്ട് കേൾക്കാം.
നമുക്കിന്ന് അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാത്ത തടസ്സങ്ങൾ നീര് വന്ന് കിടക്കുക. തണുപ്പ് എവിടേക്കോ ഉണ്ട്, കത്തിക്കണം ആ തണുപ്പിനെയൊക്കെ, ചൂടകത്തോട്ട് കയറ്റണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പ്രതിസന്ധികളും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നടക്കട്ടെ. പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, അവരുടെ പ്രശ്നങ്ങളുടെ മറവിൽ നിൽക്കുന്ന സകല ദുരാത്മാക്കളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ആ കുടുംബം വിട്ട്, ശരീരം വിട്ട്, തലമുറകളെ വിട്ട്, സകല വിഷയങ്ങളും വിട്ട് ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, കൽപ്പിച്ചു വിടുന്നപ്പ. ഇന്നു മുതൽ അവരനുഭവിക്കുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിങ്ങൾ അന്യഭാഷാ വരത്തിന് വേണ്ടി ഒന്ന് വാഞ്ചിച്ച് ആഗ്രഹമുള്ളവർ നമ്മൾ എല്ലാ ദിവസവും 8:45 പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ അത് 8:30 അങ്ങോട്ട് കൊണ്ട് വ്യത്യാസം വരും. അത് കയറി ചുമ്മാ അങ്ങോട്ട് കൊണ്ട് നോക്കിയിരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്കും അന്യഭാഷാ വരം വേണം. ഇവിടെ പഠിപ്പിക്കുമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, പഠിപ്പിക്കുമല്ല. അന്യഭാഷ പ്രാർത്ഥനയ്ക്കകത്ത് ചേർന്നിരിക്കുന്നവന്റെ മേലേക്കും അന്യഭാഷ വരത്തെ കർത്താവ് തുറക്കും. അന്യഭാഷയിൽ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നവരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. ആ വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, എന്നിട്ട് വചനം അങ്ങോട്ട് പറ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ ഒരു തടസ്സത്തിനും അവിടെ നിൽക്കുക, അവിടെ തീ കത്താൻ തുടങ്ങും, അഗ്നി വ്യാപരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിന്റെ വലിയൊരു മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇവിടെ കർത്താവ് ഒരു വാക്ക് പറയും, ഒരു ബിനോയിനെ ദൈവം തൊടുകയാണ്. ബിനോയ്ക്കൊരു പെൺകുട്ടിയുണ്ട്. ബിനോയ്ക്കൊരു പെൺകുട്ടിയുള്ള ഒരു ബിനോയിനെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിന്റെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുകയാണ്, വർഷങ്ങളായിട്ട് ബ്ലോക്കായി നിൽക്കുന്ന ഒരു മേഖല ഞാൻ കാണുന്ന ഒരു കാഴ്ച. ശരീരത്തിന്, ആ കുടുംബത്തിലെ പലരുടെയും ശരീരത്തിൻ്റെ അകത്ത് പോലും പലവിധമാകുന്ന രോഗങ്ങളെ കൊണ്ടുവന്നിട്ട് കുടുംബത്തിന്റെ സമാധാനത്തെ കെടുത്തുന്ന, എത്ര കൊണ്ടുവന്ന് വീടിൻ്റെ അകത്ത് വെച്ചാൽ എപ്പോഴും കലഹത്തെ കൊണ്ടുവരുന്ന സകല പിശാചുക്കൾ ഇന്ന് കുടുംബത്തിൽ നിന്ന് വിട്ടിറങ്ങുകയാണ്. ആ വ്യക്തിയുമായി, കുടുംബവുമായി ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ എന്നെ കേൾക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന് മേൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ആലോചന ഇടപെടുന്നവരല്ലാതെ വേറെ ആരും മ്യൂട്ട് മാറ്റണ്ട. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. ഈ ആലോചന എന്റെ കുടുംബത്തോടാണ് പാസ്റ്ററെ. ഈ പറഞ്ഞ വ്യക്തി സഹോദരൻ സിസ്റ്ററുടെ കുടുംബത്തിലുള്ളതാണോ? അതെ, എന്റെ ഹസ്ബൻഡാണ്. യേശുവിന്റെ നാമത്തിൽ സ്ട്രേറ്റ് എടുത്തു. ഇന്നു മുതൽ ആ കുടുംബത്തിന്റെ അകത്ത് സമാധാനം. ഞാൻ കാണുന്നൊരു കാഴ്ച, ശരീരത്തിന്റെ പോലും പ്രകൃതിക്ക് വ്യത്യാസം വരുത്തിയിട്ട്, അത് പ്രായത്തിൻ്റെതല്ല, പലപ്പോഴും ശരീരത്തിന്റെ പോലും പ്രകൃതിക്ക് വ്യത്യാസം വരുത്തി കുടുംബത്തിന്റെ അകത്ത് കയറാതെ വണ്ണം ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന മേഖലകൾ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് മാറിപ്പോണം. ആമേൻ പറഞ്ഞിട്ടെടുത്തു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ അത്ഭുതം എന്ന കുടുംബത്തിന് മേൽ തുറന്നു വരട്ടെ. അത്ഭുതം തുറന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. സകല പ്രതികൂലങ്ങളും മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ദൈവത്തിന്റെ അത്ഭുതം എന്നവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയും, ഗണേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിൻ്റെ അകത്തുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്ന ഒരു കാഴ്ചയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആരുടെ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തി മുഖാന്തിരം എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, ഒരു സാമ്പത്തിക കുരുക്കിൻ്റെ മേഖലയ്ക്കകത്തുനിന്നും കർത്താവിനാലുള്ളൊരു വാതിലിനെ തുറക്കുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ആ വ്യക്തി വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഒരു വാർത്ത പറയാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ സകല വിഷയത്തിൻ്റെ മേൽ പരിഹാരവുമായിട്ട് കർത്താവെ അങ്ങ് സഹായിക്കുന്നല്ലോ. മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചന ഇടപെടുന്നവരല്ലാതെ ബാക്കി ആരും മൈക്ക് മ്യൂട്ട് മാറ്റണ്ടേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ അങ്ങയുടെ സാക്ഷ്യം തുറക്കട്ടെ. കുടുംബത്തിൻ്റെ മേൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരും മൈക്ക്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് എഴുതി വെച്ചോണം, കുറിച്ച് വെച്ചോണം. കർത്താവ് ഇന്ന് ആ വ്യക്തിയെ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ ദൈവത്തിന്റെ അത്ഭുതം എന്നവിടെ തുറക്കട്ടെ.
ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തിന്റെ ഒരു മരം ഇങ്ങനെ മുറിച്ചിട്ടിട്ട്, ആ മുറിച്ചിട്ട പാകത്തിന്റെ, അതായത് അടിവേരും അതിന്റെ ആ ഒരു ഭാഗം, നമ്മൾ ഈ തെങ്ങൊക്കെ വെട്ടിയാൽ തന്നെ ആ വെട്ടി മാറ്റിയാലും തെങ്ങിന്റെ ഒരു ആ വെട്ടി നീക്കിയ ഒരു സ്ഥലം അവിടെ ബാക്കി നിൽക്കുമല്ലോ, അതേപോലെ ഒരു മരം വെട്ടി നീക്കിയ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണി. അതിന്റെ ശിഖരങ്ങളും മറ്റുമൊക്കെ ഇപ്പോഴും ആ പറമ്പിൽ കിടപ്പുണ്ട്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിക്കുന്നു. 56 വയസ്സുള്ള ഒരു മനുഷ്യനെ ആ കുടുംബത്തിൽ ദൈവം തൊടുന്നതായിട്ട് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയെ തൊടുമ്പോൾ തന്നെ ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയ സകലവിധമാകുന്ന പിശാചിന്റെ പ്രവൃത്തികളും ഇപ്പോൾ തന്നെ കുടുംബം വിട്ട് മാറിപ്പോവുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ അത്ഭുതം അവനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ ഉയർച്ച ഉണ്ടാകട്ടെ. അവരുടെ പ്രതികൂലങ്ങൾ മാറട്ടെ. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തിയെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, ആ വ്യക്തിയെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ ദൈവം ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകും, ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. ബ്രദറെ പറഞ്ഞു. ബ്രദറെ പ്ലാവ് വെട്ടിയിട്ട് കിടപ്പുണ്ട് കഷ്ണം. 56 വയസ്സുണ്ട് ഹസ്ബൻഡിന്. ഞാൻ പറഞ്ഞ ജസ്റ്റ് വെട്ടിയതിന്റെ ഒരു പീസ് പറഞ്ഞ, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ, തെങ്ങൊക്കെ വെട്ടിയാലും നമുക്ക് അതിന്റെ ഒരു പീസ് അവിടെ കിടക്കുമല്ലോ, അതിന്റെ ഒരു ഭാഗം കിടക്കുമല്ലോ, അതേപോലെ ഒരു ഭാഗം കിടക്കുന്നതാണ് യേശുവിന്റെ നാമത്തിൽ. മരം ഇതെല്ലാം വെട്ടിയിട്ടിരിക്കും. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഇന്ന് ആ വ്യക്തി മുഖാന്തരം ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ആ കുടുംബത്തിലെ തടസ്സം നീങ്ങട്ടെ. ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവെ അവരായിരിക്കുന്ന ഭാരങ്ങൾ വിട്ടൊഴിയട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ഇസ്രയാമൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഞങ്ങൾ ആലോചനയെ ഒരു കുടുംബത്തിന്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പാ. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടായ ഭവനമാണത്. നഷ്ടങ്ങൾ സംഭവിച്ച ഭവനമാണ്. ഇങ്ങനെ പോകേണ്ടവരല്ലായിരുന്നു നിങ്ങളുടെ ജീവിതം. പക്ഷെ ഇടയ്ക്ക് വെച്ച് മൊത്തം തലതിരിഞ്ഞു പോയി, മൊത്തം തകർന്നു പോയ അവസ്ഥയിലാണ് പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവോട് പറയുന്നു, 7 വർഷം മുമ്പ് എങ്ങോട്ടാണോ നിങ്ങൾ തിരിയേണ്ടത് അതേ വഴിയിൽ കർത്താവ് കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് ഒരു മാറ്റത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ആ പ്രതികൂലം നീങ്ങി സാക്ഷ്യമായി തീരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, അത്ഭുതങ്ങളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഞാൻ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഒരു ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയുടെ മുറിയിലോട്ട് കയറുന്ന വഴിക്ക് മുകളിൽ തന്നെ ഡോറ് തുറക്കുമ്പോൾ തന്നെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ വെച്ചിരിക്കുന്നത്. അതായത് ഡോറിന്റെ തൊട്ട് മുകളിൽ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ആ ഡോറ് തുറന്ന് അകത്തോട്ട് വന്ന് തല പൊക്കി നേരെ നോക്കിയാൽ കാണാവുന്ന ഒരു കറുത്ത ഡിക്ഷണറി പോലത്തെ എന്തോ ഒരു സംഭവം, അത്രയും കട്ടിയുള്ള ഒരു സംഭവം കാണാൻ പറ്റും. ആ ഒരു മുറിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു പോസ്റ്റർ പോലെ ഒരു ചെറിയൊരു സംഭവം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ആ ഒരു മുറിക്കകത്ത് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ മുറിയിലുള്ള വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഭാവിയുടെ അടഞ്ഞു പോയ വാതിലുകളെ കർത്താവ് ഇന്ന് തുറക്കുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അതെ ബ്രദറെ ഇപ്പൊ പറഞ്ഞ ഞങ്ങളുടെ വാടക വീടിന്റെ ഹോളിലോട്ട് കയറുമ്പോ തന്നെ ആ വീട്ടുകാരുടെ എന്തോ സാധനങ്ങൾ ഈ പറഞ്ഞത് തന്നെ, അതെ ബുക്കല്ല വേറെന്തോ സാധന കറുത്ത് ഇട്ടിട്ട് അവിടെ ആ മുറിക്കകത്ത് ആരായിരുന്നു? ആ മുറിക്ക് ഇപ്പൊ ഹോളിലോട്ട് കേറുമ്പോ തന്നെയുള്ള സംഭവം അവിടെ കാണിക്കുന്നത്. എന്റെ മൂത്ത മകൻ നിഖില് 5 വർഷമായി ദുബായിൽ നിന്ന് വന്നിട്ട് ഇതുവരെ തിരിച്ച് റിട്ടേൺ കയറി പോയിട്ടില്ല. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്.
അവന്റെ ഭാവി ഇപ്പൊ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് എന്റെ ഭാവിയെ അടച്ച് 5 വർഷമായിട്ട് അതിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയതിനെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ തടസ്സത്തെ ഇപ്പോൾ തന്നെ ആത്മാവിൽ ഞങ്ങൾ അതിനെ വെട്ടിമാറ്റുന്നപ്പ നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, ഉയർച്ചയായി തീരട്ടെ. ഞങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത ഈ 5 വർഷമായി മുടങ്ങിക്കിടന്നതിനെ സ്വർഗത്തിലെ ദൈവം തുറന്നു എന്ന് പറയുന്നതാണ്. അപ്പം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഞാനിത് 9713 എന്നൊരു ഒരു 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 അക്ഷരം നമ്പർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 9713 ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട ഒരു 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 നമ്പറാണ് ഞാൻ കാണുന്നത്. അതെന്ത് നമ്പറാണെന്ന് എനിക്ക് അറിയത്തില്ല. 9713 എന്നുള്ളൊരു നമ്പറാണ്. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു പറയും. 9713 എന്നുള്ള നമ്പര്, അതെന്തോ ഇനി നമ്പരോ പാസ്വേഡോ മറ്റെന്തോ ആണ്. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ മേൽ കർത്താവ് ഇന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ വ്യക്തിയെ കാണിക്കുന്നത്. യേശുവിൻ്റെ 9713 യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, അത് എന്ത് നമ്പറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു നമ്പറാണിത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ഒരു ഭാരം, ഒരു മനുഷ്യനോടും ഷെയർ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഭാരം ഇപ്പോൾ തന്നെ കർത്താവ് ഒരു ഉറപ്പ് തരികയാണ്. അതിൻ്റെ മേൽ സാക്ഷ്യമായി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നത് പറയുന്നു. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. എൻ്റെ കൂടെ ഇന്ന് ഏത് രാജ്യത്തിരുന്നാണോ എവിടെ ഇരുന്നാണോ നിങ്ങൾ കേൾക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടെന്ന് ആമേൻ പറഞ്ഞാൽ ആലോചനയുടെ ശക്തി നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. പറഞ്ഞോ ബ്രദറെ. ഉം. 1997 ഏപ്രിൽ 13 ഞങ്ങളുടെ വിവാഹം. അങ്ങനെ അതാണ് ഈ 9713 എന്നുള്ള നമ്പർ. ഈ 90 ഏപ്രിൽ 13 ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞാൻ ഇത്രയും ഞാൻ കണ്ടുള്ളൂ. 9713 എന്നൊരു നമ്പർ കാണിച്ചു. ഹൃദയത്തിൻ്റെ അകത്ത് വലിയൊരു ഭാരം കൊണ്ട് നടക്കുന്ന ആളാണ്. ആ ഭാരം മറ്റൊരാളോട് പോലും പറയാൻ പോലും കഴിയാത്ത രീതി വലിയൊരു ഭാരം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത്. കർത്താവോട് പറയുന്ന ആ ഭാരത്തെ ദൈവം ഇറക്കി വെക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറഞ്ഞത്. സിസ്റ്ററുമായിട്ട് അത് ബന്ധപ്പെട്ടതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. കർത്താവ് ആ ഭാരത്തെ നീക്കി സമാധാനം നൽകാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ, സാക്ഷ്യമായി തീരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു നന്ദു എന്ന് പറയുന്ന ഒരു മോനെ വിളിക്കുന്നതായിട്ട് ഞാൻ കാണുവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, അവൻ്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ മാല കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയതല്ല. ഇപ്പം ആ മാല കാണുന്നില്ല. നന്ദു എന്ന് പറയുന്നൊരു മോനെ കാണും. അവനുണ്ടായിരുന്നു ആ മാല, പക്ഷെ ഇപ്പം അതില്ല. ഞാൻ കാണുന്നൊരു കാഴ്ച, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ വീടിൻ്റെ അകത്ത് ഒത്തിരി ഇങ്ങനെ കൊടുക്കേണ്ടി കളയേണ്ടി മാറേണ്ടിയൊക്കെ വന്നൊരു ഭവനമാണത്. ഒത്തിരി നഷ്ടങ്ങൾ, ഞാൻ കാണാതെ പോയ കാര്യമല്ല ഈ പറയുന്നത്. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം പലതും വാങ്ങിക്കും, പക്ഷെ അത് ഉപയോഗശൂന്യമല്ലാതെ പലതും പണയം വെക്കേണ്ടതും കൊടുക്കേണ്ടതും ഒക്കെ വരുന്നൊരവസ്ഥയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ ഒരു വിളിപ്പേരാണ് കാണുന്നത്. അവൻ്റെ കഴുത്തേല മാല ഞാനിപ്പോൾ കാണുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ വാക്ക് പറയുകയാണ്, ആ കുടുംബത്തെ ദൈവം ഒരു അടയാളം പോലെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു. സിസ്റ്ററെ, നന്ദു എന്നുള്ളത് എന്റെ മകനെ ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുന്നതാണേ. അവൻ അങ്ങനെ ഒരു മാല ഊരി വെക്കുകയെല്ലാം ചെയ്തായിരുന്നു. ഇപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ വെള്ളിയുടെ മാല മേടിച്ചിടലുണ്ട്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ് അവനത് ഊരി വിറ്റിട്ട് മദ്യപിക്കാൻ വേണ്ടി ആ മാല വിൽക്കും, വീണ്ടും അവൻ മേടിക്കും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇവന്റെ പേരാണോ നന്ദു എന്നുള്ളത്? അവന്റെ പേരാണോ? അല്ല, എന്തോ നന്ദു എന്നുള്ളത് അവന്റെ പേരാണോ? വിളിക്കുന്നതാണോ അവനെ? അവന്റെ വിളിപ്പേരാ. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് നന്ദു എന്നാ. ഈ പറഞ്ഞ പോലെ മാല ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണും, പിന്നെ അത് മാഞ്ഞു പോവും, പിന്നെയും കാണും. ഇതുപോലെ അവസ്ഥയാണോ അവന്റെ അവസ്ഥ? ഉണ്ട്. അവനിങ്ങനെ ഓരോ വെള്ളിമാല ഇടയ്ക്ക് മേടിച്ചിടാൻ കൊതിയായിട്ട് മേടിക്കും. പക്ഷെ കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവന് പൈസ ഇല്ലാണ്ടൊന്നും അവനത് ഊരി വിറ്റ് മദ്യപിക്കും. വീണ്ടും കുറെ നാൾ മര്യാദയ്ക്ക് നടക്കുമ്പോൾ വീണ്ടും പോയി മേടിക്കും, വീണ്ടും മദ്യപിക്കും. ഇങ്ങനെ കുറെ
ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ മദ്യപാനത്തിന് ദൂരം അതാ കർത്താവ് എന്നെ കാണിച്ചത്. മാല ഊടും അല്ല ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയതോ കാണാതെ പോയതോ അല്ല. അതിങ്ങനെ കൊണ്ടുവന്ന് പൊന്നെ പണയം വെക്കുന്നല്ലേ അതിങ്ങനെ നമ്മൾ എല്ലാം കൊടുത്തു ഒന്നെങ്കിൽ പണയം വെക്കും അല്ലെ നഷ്ടപ്പെട്ടു പോകും. എല്ലാം പോകുന്ന ഒരു അനുഭവമാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നഷ്ടത്തെ കയറ്റുന്ന ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. നന്ദി കർത്താവി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവ് ഇന്ന് സഹായിക്കുന്നല്ലോ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ നിമിഷം എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ എൻ്റെ കൂടെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് വലിയൊരു സാമ്പത്തിക ഉയർച്ച, രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് ഇന്ന് ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്നെ കേട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അതിശയം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ജീവിതത്തിൽ അവൻ നേരെയാകത്തില്ല, ജന്മന അവന് മാന്യമുള്ള തലമുറയാണ്, അവൻ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ മെഡിക്കൽ സയൻസ് പറയുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് അവനെ നോക്കി നമ്മൾ പ്രവചിക്കാൻ വേണ്ടി പോവുകയാണ്. ബുദ്ധിയെ അഫലമാക്കിയാട്ടെ. മനുഷ്യന് കിട്ടാത്തത് ദൈവത്തിന് കഴിയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാൽ, വിശ്വാസത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ, ഞെരുക്കങ്ങൾ, തലമുറകളെ ബാധിക്കുന്ന ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ ഉയരാൻ കഴിയാത്ത രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിടുന്ന സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുകയാണ്. ഇത് അത്ഭുതത്തിന്റെ സമയം. ഇത് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തി ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലപ്പ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലപ്പ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വ്യാപരിക്കുന്നല്ലപ്പ. 1988 ജനിച്ച യേശുവിന്റെ നാമത്തിൽ ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ഇപ്പോൾ തന്നെ മാർച്ച് മാസം 18 ജനിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി വ്യാപരിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ, സകല പ്രതിസന്ധികളും മാറട്ടെ. യേശുവേ നന്ദി കർത്താവേ. കർത്താവ് ആലോചനയിൽ വിശ്വസ്തനും വാക്കും മാറാത്തവനുമാണപ്പ. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ. സകല വിഷയങ്ങളും അത്ഭുതമാകട്ടെ, സകല പ്രതികൂലങ്ങളും അത്ഭുതമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. വലിയ നന്മകളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 2012 സമയത്തൊരു വാഹനം മേടിച്ചിട്ട് ആ വാഹനം വീടിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് ആ വാഹനം നിമിത്തം നഷ്ടങ്ങളല്ലാതെ നന്മയുണ്ടാകാതെ അവസാനം മേടിച്ച വിലയുടെ പകുതി വിലയ്ക്ക് അത് ആ വീട്ടിൽ നിന്ന് ഇറക്കി മാറ്റേണ്ടി വന്നൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. നീണ്ട 2012 മുതൽ 2016 വരെ അതിൻ്റെ എഫക്റ്റ് വീട്ടിൽ നിന്നു. എനിക്ക് തോന്നുന്നത് ആ സമയങ്ങളിൽ നിന്നാണ് ആ വണ്ടി അവിടെ നിന്ന് മാറിപ്പോകുന്നത്. അത് നിമിത്തം ആ സമയം മുതൽ ഈ ഒരു സമയം വരെയും കർത്താവ് എന്നെ കാണിക്കുന്ന ഒത്തിരി നഷ്ടങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കയറിക്കൂടി. ആ വാഹനം ഒരു വിഷയമല്ല, ആ ഒരു കാലയളവിൽ നഷ്ടങ്ങളെ വിളിച്ചു വരുത്തുന്നത് പോലെ കയറിക്കൂടിയ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് എന്നെ സൂമിൽ ആ വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ നഷ്ടങ്ങൾ കയറിക്കൂടിയത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കുടുംബം വിട്ട് ഇന്ന് മാറിപ്പോവുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന അവരായിരിക്കുന്ന സകല പ്രതികൂലത്തിൻ്റെ അകത്തുനിന്നും യേശുവിൻ്റെ നാമത്തിൽ സകല നന്മകളും വിളിച്ചു വരുത്തുന്നപ്പ. സകല പ്രതികൂലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ആത്മാവ് ഞങ്ങളതിനെ വെട്ടി മാറ്റുന്നപ്പ. ഇപ്പോൾ തന്നെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ആരോഗ്യം അവരിൽ ഉണ്ടായി വരട്ടെ. ഇപ്പോൾ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. രോഗശക്തികളെ പുറത്താക്കുന്നു, രോഗത്തിൻ്റെ ആത്മാക്കളെ പുറത്താക്കുന്നു, രോഗബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചുവിടുന്ന കർത്താവേ. അവർ സമാധാനം ഉണ്ടായി വരട്ടെ. തലമുറകളെ കർത്താവെ കറക്കുന്ന മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോകട്ടെ. കുടുംബത്തിൻ്റെ അകത്ത് മദ്യപാനം വാഴുന്ന അവസ്ഥകൾ വെട്ടിമാറ്റുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വഴി തുറക്കട്ടെ, വഴി തുറന്നു വരട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ആത്മാവിൽ വെട്ടിവിടുന്നപ്പ. ഈ ദിവസങ്ങളിൽ അവരെ ഭയപ്പെടുത്തുന്ന സകല വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അതിനെ വെട്ടിമാറ്റുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ മേൽ സൗഖ്യം നടക്കുകയാണ്. ആ ശരീരത്തിൻ്റെ മേൽ വേദനകൾ വിട്ടുമാറുന്നു, മുഴകൾ വിട്ടുമാറുന്നു, കാഴ്ച വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു. ആ ശരീരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നു. തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന സകലവിധമാകുന്ന ബുദ്ധിമാനത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ വെട്ടിമാറ്റുന്ന എല്ലാ ഓട്ടിസത്തിൻ്റെ സ്പിരിറ്റുകളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ അപ്പ.
വായ്പ മേടിക്കത്തില്ല. പറഞ്ഞു, വായ്പ മേടിക്കത്തില്ല. വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. യേശുവിന്റെ നാമത്തിൽ പറ, എൻ്റെ ശരീരം ആരോഗ്യത്തിൽ നിറയുന്നു. രോഗത്തിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അനുവാദമില്ല, അവകാശമില്ല. നന്ദി കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. സമയം എനിക്കറിയാം ഒത്തിരി മുന്നോട്ട് പോയി. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ, പലരും സാക്ഷ്യം പറയുമ്പോൾ നീണ്ടു പോകാറുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത ആൾക്കൊണ്ടൊരു അവസരം കൊടുക്കേണ്ടതാണ്. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ഒരേ ആലോചന ഒരേപോലെ ഇടപെട്ടവർ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. അല്ലാതെ എന്തെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഹലോ പാസ്റ്റർ ബ്രദർ എന്റെ പറഞ്ഞോട്ടെ. വീട്ടിലായിരുന്നു ആ വാഹനത്തിന്റെ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ ഹലോ വാഹനം 2012 അത് എന്റെ വീട്ടിലായിരുന്നു. ഈ പറഞ്ഞ ആലോചന സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഓ, യേശുവിന്റെ നാമത്തിൽ 2012 ഹസ്ബൻഡ് ഏറ്റെടുത്തു. മരിച്ചു പോവുകയും ചെയ്തു. ഹസ്ബൻഡ് കൊണ്ടുവന്നായിരുന്നു ആ വാഹനം. അതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 2-3 വർഷത്തേക്ക് പിന്നെ അത് ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ക്രൈസിസിൽ ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി യേശുവിന് അത് പ്രയാസങ്ങൾ അനുഭവിച്ചു. ആ പാസ്റ്റർ പറഞ്ഞ പോലെ കയറിക്കൂടിയ സകല പിശാചുക്കളും ഇന്ന് ഇറങ്ങുക കേട്ടോ. തകർത്തത് നശിപ്പിക്കാൻ നോക്കിയ സകല പിശാചുക്കളും ഇന്ന് ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ വലിയ സമാധാനം. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോ. ഈ സഹോദരിക്ക് വേണ്ടി മാത്രം കേട്ടോ അത്. ആമേൻ പറഞ്ഞ സിസ്റ്റർ സ്വീകരിച്ചോണം. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ബ്രദറെ ഞങ്ങളുടെ ഹലോ ബ്രദറെ പറഞ്ഞു. ഹലോ ബ്രദറെ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രദറിനെ. ഒരു മിനിറ്റ് ഒരുമിച്ച് അതായത് പറയാതെ. ആ, ഹലോ ബ്രദറെ ഞാൻ നേരത്തെ ഏതാ കേട്ടില്ല? ഗണേശൻ എന്ന് പറഞ്ഞില്ലേ ബ്രദർ, അതെന്റെ സഹോദരന സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമെന്ന് പറഞ്ഞു. ഗണേശ് എന്നുള്ള ആദ്യത്തെ ആലോചന ഇടപെട്ടതാണോ? അതെ. ആ വ്യക്തി ഭവനത്തിലോട്ട് കയറി വരാൻ വേണ്ടി പോകാം. എന്നോട് ഈ പേര് വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സഹോദരന്റെ പേര് വല്ലോ? ആ വ്യക്തി കയറി വരാൻ വേണ്ടി പോകട്ടെ. നന്മയുമായിട്ട് ഒരു വാർത്ത. ആ വ്യക്തി നന്മ തരുന്ന ആളല്ല, പക്ഷെ ആ വ്യക്തി മുഖാന്തരം ദൈവം ചില വഴികളെ തുറക്കാൻ വേണ്ടി പോവാ കേട്ടോ. കർത്താവ് അത് കേൾപ്പിക്കും. ഒരു സാക്ഷിയാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു ഹലോ ബ്രദറെ ഞാൻ പറഞ്ഞു നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോന്റെ കിഡ്നിയുടെ പ്രശ്നത്തിനെ കുറിച്ചായിരുന്നു. അപ്പൊ കിഡ്നി മാറ്റി വെക്കണം തന്നെയാണ് ഡോക്ടർമാര് പറയുന്നത്. ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റി വെക്കാതെ ഇതില്ലെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അന്നേരം അതിന് ദൈവം പ്രാർത്ഥിക്കണം. സിസ്റ്ററെ വിളിച്ചു പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ. അപ്പം മാനുഷിക ബുദ്ധിയിൽ മാറ്റി വെക്കണമെന്നാണ് പറയുന്നതെങ്കിൽ യേശുവെ പുതിയതിനെ സൃഷ്ടിക്കുവാൻ കർത്താവിന് കഴിയും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതാണ്. പറയണം, എന്റെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ദൈവമാണ്. ഉറപ്പിച്ച് യേശുവിനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന പുതിയ കിഡ്നി അവിടെ ഉണ്ടാവരും. അപ്പൊ ഡോക്ടർ തന്നെ പറയും ഇത് മാറ്റണ്ട, ഇത് ദൈവത്താൽ കർത്താവിനാൽ നടന്നു എന്ന് ഡോക്ടർ പറയത്തക്കവണ്ണം സാക്ഷ്യമാകും തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സിസ്റ്ററെ. യേശു അത് ചെയ്യും കേട്ടോ. കർത്താവ് അത് ചെയ്യും നമുക്ക് വേണ്ടി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്റർ. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കയറിയ ശേഷം എന്റെ 4.5 വർഷമായിട്ട് എന്റെ മാനും ജോലി ഇല്ലാതെ ഇരുന്ന് മാനും ജോലി കിട്ടി. അതൊന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാല് പിന്നെ മെർലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അവിടെ ഒരു കൊച്ചു കുഞ്ഞിനെയും കാണുന്നു. അത് അവരെ വലിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്നത് വിട്ടു പോകുന്നു. നന്മയും കരുണ ആയുഷ്കാലം മുഴുക്കെ കൂടെ കാണുമെന്ന് പറഞ്ഞ് ബ്രദർ പറഞ്ഞായിരുന്നു. അത് ഞാനായിരുന്നു മെർലിൻ. എനിക്ക് അന്നേരം നല്ല കാലുവേദനയായിട്ട് ഇരിക്കുവായിരുന്നേ. ആ കാലുവേദന ഇപ്പൊ എനിക്ക് മാറി പറയുന്നത്. എനിക്ക് അതിന് ഒത്തിരി നന്ദിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ബ്രദറിന് ഒത്തിരി നന്ദി. എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു? ബ്രദറെ ഒത്തിരി നാളായി കാലുവേദന വന്നിട്ട്. ഒത്തിരി നാളായി, വർഷങ്ങളോളമായി. 2 സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ഒന്ന്, 4.5 വർഷമായിട്ട് മോന് ജോലിയില്ലാതെ ഭാരപ്പെടുമായിരുന്നു. അത് മാത്രമല്ല കാലയിൽ വർഷങ്ങളായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു. ദൈവാത്മ ഇടപെട്ട് മെർലിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ആ സകല വിഷയത്തിന്റെ മേൽ എന്തൊക്കെയാ സിസ്റ്റർ ഇടപെട്ടത് കർത്താവ്? എനിക്ക് ഈ വേദനയാണ്. ഞാൻ ഇത് കേൾക്കുന്ന ഞാൻ സൂമിൽ കേട്ടില്ല ബ്രദർ. ഞാൻ മറ്റേ പിന്നെ യൂട്യൂബിലാ കേട്ടത്. അന്നേരം ഞാൻ സാധാരണ ഇങ്ങനെ കേറാറുണ്ട്, പക്ഷെ എനിക്ക് അന്ന് കുറെ ദിവസമായിട്ട് കേറാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ അത് കണ്ടത്. അപ്പോഴാണ് 28-ാം തീയതി, മാർച്ച് 28-ാം തീയതി അങ്ങനെ മെർലിൻ എന്ന് പറയുന്ന വ്യക്തിനെയും അവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ ഉണ്ട്. ആ കുഞ്ഞിനും കുറെ വിഷയങ്ങളുണ്ട്, അതെനിക്കിപ്പം പറയാൻ പറ്റത്തില്ല. അപ്പം അത് അങ്ങനെ ഒത്തിരി വ്യത്യാസമുണ്ട് ബ്രദർ. എനിക്കിപ്പം കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ സിസ്റ്റർക്ക് ആ വേദന മാറി? എനിക്ക് ആ വേദന മാറി. മുട്ടിന്റെ ആ വേദന, മുട്ടിന്റെ സൈഡിലായിരുന്നു ഇങ്ങനെ വേദന.
എത്ര ഞാൻ വർഷം എന്ന് ഓർക്കാൻ കേട്ടത് പറ്റുമോ സിസ്റ്ററെ? എത്ര വർഷം എന്ന് ഓർക്കാൻ പറ്റുമോ? ബ്രദറെ അത് ഒത്തിരി വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമെങ്കിലും ആയി കാണും ഞാൻ എന്തിനാന്നറിയോ അദ്ദേഹം വർഷം തുടങ്ങി. ചോദിക്കുന്നറിയോ? ഈ വർഷം ചോദിക്കുന്ന ആ വെച്ചാൽ ഇതേപോലെ 15 വർഷമായിട്ട് രോഗിയായിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു പറയാൻ വേണ്ടിയാണ്. പ്രീസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ ഒരു ആലോചന ഇടപെട്ടു. ഇന്ന് മെർലിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പോ സിസ്റ്റർ സൂമി കയറിയിട്ടേ ഇല്ല, യൂട്യൂബിലാണ് ആ വചനം കേൾക്കുന്നത്. അന്നത് കേട്ടില്ല, പിന്നെയാണ് ഇത് കേൾക്കുന്നത്. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത്രയും ഈ 10-12 വർഷമായിട്ടുണ്ടായിരുന്ന ആ മുട്ടുവേദന ശരീരത്തിൽ നിന്ന് അഴിഞ്ഞ് സൗഖ്യമാകുകയും 4.5 വർഷമായിട്ട് മകന് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. അതിൻ്റെ മേൽ യേശുവിൻ്റെ അത്ഭുതത്തെ കർത്താവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്രവചന ആലോചന കേൾക്കുമ്പോഴും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട അത്ഭുതങ്ങൾ ഉണ്ട്. ഓരോ വചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ അകത്തേക്ക് ആ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന് കയറാൻ കഴിയാത്ത അഗ്നിയാണ് അകത്തോട്ട് കയറുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞു. ഇപ്പൊ ഒരു ബിനോയിയുടെ കാര്യം പറഞ്ഞു, ബിനോയുടെ മോളുടെ കാര്യം പറഞ്ഞു. ഉം, ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ബ്രദർ പറഞ്ഞില്ല, അത് എന്റെ ബിനോയ് എന്റെ മോനും മോന്റെ മോളുമാണ്. ഉം. ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങളും അസ്വസ്ഥകളും ഒക്കെ ഉണ്ടാകുന്നതാണ്. യേശുവിന്റെ നാമത്തെ ഏറ്റെടുത്ത സിസ്റ്റർ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് ഓക്കെ ബ്രദർ, ഓക്കെ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ സ്തോത്രം. ഞാൻ ഇപ്പൊ ബ്രദറെ കുറച്ചു മുമ്പ് പറഞ്ഞു 1988 ജനിച്ച ഒരു മകനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. എന്റെ മകനാണ് അത്. പക്ഷെ അവൻ നവംബറിലാണ് ജനിച്ചത്. മാർച്ച് എന്നാണ് ബ്രദർ പറഞ്ഞത്. മാർച്ച് മാസം സിസ്റ്റർ ആലോചന ശ്രദ്ധിച്ചോണേ. ആ മാസത്തിൽ ജനിച്ച എനിക്ക് വന്ന മാർച്ച് 18 എന്നാ പറഞ്ഞത്. അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ഇപ്പൊ വ്യക്തിപരമായിട്ട് കർത്താവ് ഇടപെടുമ്പോ വ്യക്തിപരമായിട്ടുള്ള ആലോചന കേട്ടോ, ആ വ്യക്തിക്ക് വേണ്ടിയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഹലോ ബ്രദറെ, ഹലോ ബ്രദർ, പറഞ്ഞു. ഞാൻ എനിക്ക് ഒരു ആലോചന പറയാനായിരുന്നു. ഇന്നലെ ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. ഒരു പഴയ റേഡിയോ ഒരു വീടിന്റെ സൈഡില്, വീടിന്റെ ഉണ്ട്. പറഞ്ഞു കേൾക്കുന്നില്ല സിസ്റ്ററെ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് സിസ്റ്ററെ? കേൾക്കുന്നില്ല. ഇന്നലെ ബ്രദർ പറഞ്ഞൊരു ആലോചനയായിരുന്നേ. പറഞ്ഞു. ഹലോ, ഇപ്പൊ കേൾക്കാം. പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞൊരു ആലോചനയാണ്. ഒരു പിതാവ് ഉപയോഗിച്ച ഒരു പഴയ റേഡിയോ ആണ്. അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ആ റേഡിയോ വെച്ചിരിക്കുന്നത് ഒരു മുറിയുടെ മൂലയിലാണ്. പുസ്തകങ്ങളൊക്കെ ഉണ്ട്, തുണികളും കാണുന്നുണ്ട്. അത് എന്റെ ഭവനമാണ്. അത് ഉപയോഗിക്കുന്ന ആ മുറി ഉപയോഗിക്കുന്ന എന്റെ ഇളയ മകനാണ്. ആ മകനെ ഒരു സാക്ഷ്യമാക്കാൻ പോകുന്നു. പിതാക്കന്മാർക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ ഈ മകനിൽ കൂടി സാക്ഷ്യമായി തീരുന്നു ബ്രദർ ഇന്നലെ പറഞ്ഞിരുന്നു. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും ഇന്നലെ സിസ്റ്റർ പറഞ്ഞ ആലോചന ഇതാണ്. ഒരു റേഡിയോ അല്ലെ, പഴയ ടൈപ്പ് റേഡിയോ വെച്ചിരിക്കുന്ന പൊസിഷൻ. ആ പൊസിഷൻ അതുപോലെ കർത്താവ് വെളിപ്പെടുത്തി. അതിൻ്റെ അകത്ത് കർത്താവ് ഒരു തലമുറയെ തൊടുവാന്ന് പറഞ്ഞു. ദൈവം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ കാണുന്നു നമുക്കറിയാം. നിങ്ങൾ ഈ ദൈവം ഇടപെടുന്ന ആലോചനകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരാൾ വന്ന് നോക്കിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പൊസിഷനുകൾ നിങ്ങൾക്ക് അറിയാൻ കഴിയത്തുള്ളൂ. കർത്താവ് നിങ്ങളെ അത് കാണിച്ച് ഉറപ്പിച്ച്, എല്ലാവരും പറയുകയാണ്, ഉറപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചോണം. ഇത് കേൾക്കുന്നവരും നിങ്ങളും ഭാഗ്യവാന്മാരാണ്. കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നതും കാണിക്കുന്നതും വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടിയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ. സിസ്റ്ററെ, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞത് കൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു, തക്ക തുണയെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞു. ദൈവം സാക്ഷിയാക്കി മാറ്റും. ഹലോ ബ്രദർ, ഒരു സാക്ഷ്യം രണ്ടാലോചന പറഞ്ഞിരുന്നു. പറഞ്ഞു. ബ്രദർ, എന്തോ പറഞ്ഞു. ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു പറയാനായിട്ട്. ബ്രദർ, കഴിഞ്ഞ ദിവസം മോള് അവളുടെ ഗൂഗിൾ പേയിൽ നിന്ന് 1000 രൂപ പെട്ടെന്ന് അവര് പിൻവലിച്ചു. 3 ദിവസമായി. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമായിട്ട് അവരിങ്ങനെ കരയുമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, നമ്മുടെ സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ദൈവം നമുക്കത് നൽകും എന്ന് കോൺഫിഡന്റ് എനിക്ക് പറയാൻ പറ്റി. കാരണം ഈ വചനങ്ങൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രം വലുതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കാൻ നോക്കി, പറ്റിയില്ല. ഇന്നലെയും പോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്ക് ബാങ്കിൽ പോകാനായിട്ട്
പോകുവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയത്. അപ്പൊ VBS കഴിഞ്ഞിട്ട് അവൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവള് വെറുതെ ഫോൺ നോക്കിയപ്പോഴത്തേക്ക് ആ എമൗണ്ട് തിരിച്ചു വന്നു. ശരിക്കും ഭയങ്കരമായിട്ട് അതിശയം തോന്നി. കാരണം ഞാൻ വിചാരിക്കുമായിരുന്നു എത്രമാത്രം അവരുടെ ജീവിതത്തിലും നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവം എത്രമാത്രം നമ്മളെ മാനിക്കുന്നു എന്നുള്ളത്. ശരിക്കും ഈ വചനങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴ് ആ ഒരു ധൈര്യം ദൈവം നമുക്ക് തരുവാണ്. എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുള്ളത്. അതിനോർക്കുമ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. ബ്രദർ ആണെങ്കിലും ആ തരുന്ന വചനങ്ങൾ ഓരോന്നും എത്രമാത്രം വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനോർക്കുമ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ബ്രദർ. താങ്ക് യു സോ തീർച്ചയായിട്ടും മച്ച്. ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോയി. നോർമലാണ് നമ്മൾ പറഞ്ഞത് അത് പോയെന്ന് വരികയും, പക്ഷേ വചനം കേട്ട ആളായതുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ല, നമ്മുടെ നന്മ നഷ്ടപ്പെടത്തില്ല, അത് മടങ്ങി വരുമെന്ന് പറഞ്ഞു. ആ പോയത് അതുപോലെ തന്നെ നമുക്കൊരിക്കലും നടക്കാത്ത കാര്യമല്ലേ, പോയത് തിരിച്ചു വരത്തില്ല ഒരിക്കലും. പക്ഷെ കൽപ്പിച്ചു യേശുവിന്, അതാണ് വചനം കേട്ട് ധൈര്യം ഉണ്ടായപ്പം അകത്ത് വിശ്വാസം വ്യാപരിച്ചു. ഇന്ന് സാക്ഷ്യം പറയേണ്ടത് ഇനിയും വചനം കേട്ട് ബലപ്പെടുത്തി സിസ്റ്ററെ അനേകർക്കൊരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ ഇവിടെ മാഞ്ചസ്റ്ററിന്നാണ്. ആ ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ട് സിസ്റ്റർ. 97 പ്രാർത്ഥിക്കുന്ന ബ്രദർ പറഞ്ഞില്ലേ, അപ്പൊ 97 എന്റെ മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 13 സെപ്റ്റംബർ ആണ്. അവനിവിടെ ജോലിയൊന്നും ഇല്ലാതിരിക്കുക, 4-5 വർഷമായിട്ട് ഡിപ്രഷനൊക്കെ ആയിട്ട് കോവിഡ് കഴിഞ്ഞപ്പോ മുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുക. അപ്പം ബ്രദറെ പ്ലീസ് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത് ഏറ്റെടുത്ത അവന്റെ സിസ്റ്റർ എന്ന് ഡേറ്റ് ഓഫ് പറയണം, ബർത്ത് കർത്താവ് എൻ്റെ തലമുറ, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാവി എപ്പോഴും പറയണം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എൻ്റേതായിരിക്കും, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറ എൻ്റേതായിരിക്കും. കാര്യം ദൈവത്തെ വിളിക്കുന്നവൻ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ അലയും. ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും. അപ്പം നമുക്ക് നന്മ കിട്ടിയില്ലേ പിന്നെ ആർക്കും ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞോണം, എൻ്റെ തലമുറ, ഇന്ന് ആലോചന ഏറ്റെടുത്ത് പിടിച്ചോണം, എൻ്റെ തലമുറ ഈ രാജ്യത്ത് മാഞ്ചസ്റ്ററിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മകനായി തീരുമെന്ന് തന്നെ പറഞ്ഞു. ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ നടക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒരു ആലോചന ഇന്നലെ പറഞ്ഞിരുന്നു. പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. 2008 പിന്നെ ഗൾഫിൽ നിന്ന് മടങ്ങിയ ഒരു മോന്റെ, പിന്നെ ഗൾഫിൽ പോയ ഒരു മോന്റെ ഒരു അവസ്ഥ, അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവൻ അത്രയും പ്രയാസങ്ങൾ ഉണ്ടായതായിട്ട്. അത് എന്റെ മോൻ 2007 പോയത്, 8 തിരിച്ചു വന്നിന്. അപ്പൊ ഞാനത് ഏറ്റെടുത്തോട്ടെ? തീർച്ചയായിട്ടും സിസ്റ്റർ. 2008 അവൻ തിരിച്ചു വന്നു ഇവിടെ അല്ലേ? ഒരു ഗുണമില്ലാതെ, ജോലിയൊന്നും സ്ഥിരമല്ലാത്തത് കൊണ്ട്, ഒരു ചതിക്കപ്പെട്ട അവസ്ഥയായതുകൊണ്ട് 7 പോയി 8 അവൻ തിരിച്ചു വരിക ചെയ്ത്. പക്ഷെ ബ്രദർ അങ്ങനെയാ പറഞ്ഞത്, 8 ഗൾഫിൽ നിന്ന് ഇതായ എനിക്കൊരു സംശയം, അതുകൊണ്ടാണ് ബ്രദറോട് എടുത്ത് ചോദിച്ചത്. 8 വന്നെന്നാണ് പറഞ്ഞത്? 8 വന്നത്. ഓക്കെ, അത് ഏറ്റെടുത്ത് സിസ്റ്റർ. അവന്റെ ഭാവിയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. പറയണം, കർത്താവ് ഞങ്ങൾ രാജ്യങ്ങളുടെ നന്മ കാണും, എൻ്റെ തലമുറകൾ രാജ്യങ്ങളുടെ നന്മ കാണും, എൻ്റെ കുടുംബത്തിൽ നന്മ കയറും കേട്ടോ. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചു, സാക്ഷ്യമാക്കിയ ദൈവം മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഹലോ ബ്രദർ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ളൂ ഞാൻ ബ്രദറിന്റെ സെർമൻസ് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ 3 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം, MRI കഴിഞ്ഞു, MRIയിൽ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു വലിയൊരു മാസ് കാണുന്നുണ്ട്, അപ്പൊ ഒരു ലംപ് ഉണ്ട് അവിടെ. അപ്പൊ ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ അൾട്രാസൗണ്ടും ബയോപ്സിയും ചെയ്യാനായിട്ട് പോയി ഹോസ്പിറ്റലിൽ. പോയപ്പോഴേക്കും 2-3 ദിവസമായിട്ട് ഇങ്ങനെ ബ്രദർ പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായി. അപ്പോൾ അത് ബ്രദറിന്റെ പറയുന്നത് കേട്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിന്റെ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഇപ്പൊ ഒരു 2 minutes മുമ്പ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയാ ദാറ്റ് അവിടെ നോക്കുമ്പം അൾട്രാസൗണ്ട് ടെക്നീഷ്യന് അങ്ങനെ ഒരു മാസ് കാണാനില്ല, ലംപ് ഡിസപ്പിയർ ചെയ്തു, അപ്പോ ബയോപ്സിയുടെ ആവശ്യം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇത് വലിയൊരു അത്ഭുതം കേട്ടെ. സിസ്റ്ററുടെ ഉള്ളിൽ വ്യാപരിച്ച കർത്താവിന്റെ വിശ്വാസത്തിന്റെ ശക്തിയാണെന്ന് പറഞ്ഞു കേട്ടെ. അവിടെ ചെക്കപ്പ് ചെയ്തപ്പം ചുമ്മാ ഒരു ഡോക്ടർ പറയത്തില്ല അവിടെ ഒരു മാസം ഉണ്ടെന്ന് പറയത്തില്ല. പക്ഷെ ഇന്ന് അത് ചെക്ക് ചെയ്തപ്പോൾ, രണ്ടാമത്തെ ചെക്ക് ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ഒരു മാസ് ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, അത് വേണ്ട. എന്നാലും ചോദിക്കുക, ഇതൊക്കെ നമ്മൾ മാനുഷിക ബുദ്ധി ചിന്തിച്ച് വിശ്വസിക്കാൻ പറ്റുമോ സിസ്റ്ററെ?
വിശ്വസിക്കാൻ ഇല്ല, പറ്റുമോ മനുഷ്യൻ? ഒരിക്കലും ഇല്ല. ഇല്ല, ഇത് കാരണം ദൈവത്താൽ MRI-ല് സാധ്യം. MRI-ല് ക്ലിയർ ആയിട്ട് ഒരു മാസം ഉണ്ട്. 0.6 എന്ന് പറഞ്ഞിട്ട് അവരൊരു മെഷർമെന്റ് ഇട്ടിട്ടുണ്ട്. ഒരു മാസം വളരെ ക്ലിയർ ആയിട്ട് MRI-ലുണ്ട്. പക്ഷെ ഇന്ന് അൾട്രാസൗണ്ട് ചെയ്ത് ആ മാസിൽ നിന്നൊരു ബയോപ്സി എടുക്കാൻ നോക്കുമ്പോ അങ്ങനെ ഒരു മാസേ ഇല്ല, അത് ലംപ് ഡിസപ്പിയർ ചെയ്തു. അപ്പൊ ഓ എങ്ങനെ ജീസസ്. ബയോപ്സി എടുക്കാനാ? അപ്പൊ ആ അത്രയും ദൈവം ഒരു വലിയ മിറക്കിൾ നടത്തി. ആമേൻ ആമേൻ. കർത്താവ് അങ്ങ് താങ്ക് യു പ്രവർത്തിച്ച ബ്രദർ. അത്ഭുതത്തിന് നന്ദി. ഇത്രയും പറഞ്ഞു ഇത്രയും സിസ്റ്റർ. എന്റെ ഫെയ്ത്തിനെ സ്ട്രെങ്തൻ ചെയ്തതിന് ബ്രദർ ഒത്തിരി നന്ദിയുണ്ട്. ബിക്കോസ് ഞാനും ആ സെയിം പ്രോബ്ലത്തിൽ കൂടെ പോവാണ്. കഴിഞ്ഞ ഒരു 7 years ആയിട്ട് ഒരു ലംപും ഊസിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, എൻ്റെ ലംപ് മാറുന്നില്ല, അപ്പൊ ഞാൻ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എങ്ങനെയാ? എന്നാലും ആ വിശ്വാസത്തില് ബ്രദർ ഒത്തിരി എന്നെ ഞാൻ എൻകറേജ് ചെയ്തിട്ടുണ്ട് ബ്രദറിന്റെ ആ ഓരോ ദിവസത്തെയും യൂട്യൂബ് സെർമൻസ് വഴി. അപ്പോൾ എൻ്റെ ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റിയത്. എനിക്ക് വേണ്ടിയും എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ ഫ്രണ്ടിന് ഒരു വലിയ മിറക്കിൾ നടന്നു. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ 5 minutes ബാക്ക്. അപ്പോൾ അതാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ബ്രദർ. സിസ്റ്ററെ കൈ വെച്ചോണം, സിസ്റ്ററിനെ പറഞ്ഞോണം, ഞാനും ഇതേപോലെ തന്നെ അത്ഭുത സാക്ഷിയായി തീരും എന്ന് തന്നെ പറഞ്ഞു. ആ മുഴ ഓരോ ഓപ്പറേഷനും കൂടാതെ ഞാൻ സാക്ഷിയായി തീരും എന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ. പറഞ്ഞു ഹലോ സിസ്റ്റർ പറഞ്ഞു. ബ്രദറെ, പിന്നെ ഞാൻ വളരെ കുറച്ച് നാൾ മുമ്പാണല്ലോ സൂം മീറ്റിംഗിൽ കയറിയത്. ആ പ്രാർത്ഥന കയറിക്കൊണ്ട് മാത്രമാണ് ഞാൻ വളരെ സമാധാനത്തിൽ പോകുന്നത്. വലിയ പ്രതിസന്ധിയുടെ സമയത്താണ് കയറുന്നത്. അപ്പോൾ ബദറിന്റെ വചനം ഞാൻ കേട്ടു. അങ്ങനെ ഒരു പ്രവചനം വന്നു, വേറൊരാൾ വഴി പറഞ്ഞു. വളരെ നാണം കെടുന്ന രീതിയിൽ എൻ്റെ മോന്റെ ജോലി നഷ്ടപ്പെട്ട നാട്ടിലൂടെ നടക്കും, കുറെ നാൾ ഇങ്ങനെ നടക്കും. അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു. ആ സമയത്താണ് ഞാൻ ബദറിന്റെ വചനം കേട്ടോണ്ടിരിക്കുന്നത്, ദൈവം പറയുന്നത്. അത് ഞാൻ കേട്ട് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. മോൻ അവിടെ തന്നെ ദൈവം ജോലിയിൽ ഉയർച്ചയും കൊടുത്ത് നാട്ടിൽ നടക്കാൻ ഇടയാക്കാതെ ദൈവം വലിയ അത്ഭുതം അവിടെ ചെയ്തു. സിസ്റ്റർ ആ പ്രവചനം എവിടുന്നാ കേട്ടത് സിസ്റ്റർ? പേരൊന്നും പറയണ്ട, എവിടുന്നാ കേട്ടത്? വേറെ പ്രാർത്ഥന എന്നാണോ? അതെ അതെ, വീട്ടിൽ വന്ന് പറഞ്ഞതാ ബ്രദറെ. എനിക്ക് പറയാൻ പോലും പറ്റാത്ത വിഷമമായി. ഓ, നിങ്ങൾ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ കർത്താവിന്റെ ആലോചന പ്രവചനങ്ങൾ കേൾക്കും, വളരെ സൂക്ഷിക്കണം. ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആരോ പ്രവചിച്ച് പറഞ്ഞു, മകൻ ഇവിടെ നിന്ന് നാണം കെട്ട് വരേണ്ടി വരും, തകർന്ന് വരേണ്ടി വരും. പക്ഷെ ആ സമയത്താണ് ജസ്റ്റ് സൂമിൽ അല്ലേ പ്രാർത്ഥന കയറാൻ തുടങ്ങിയത്. കർത്താവിന്റെ വചനം കേട്ടു, ദൈവം കുടുംബത്തെ അല്ലേ? വചനം കേട്ട് ആലോചന വല്ലതും കേട്ടായിരുന്നു മകനുമായിട്ട് ബന്ധപ്പെട്ട്? അല്ല, അന്നേരം പറഞ്ഞില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞു, പാമ്പുകളെയും തേളികളെയും പിന്നെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം, ഇതെല്ലാം ഞാൻ അത് തന്നെ ശ്രദ്ധിച്ച്. വചനം അങ്ങോട്ട് തലയ്ക്കാത്തൊരു ഒരു തലമുറ തകർന്നു വരുമെന്ന് കേട്ട ആലോചനയെ തകർത്ത് കളഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ആ വചനം അങ്ങോട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് അവന് പ്രൊമോഷൻ ഉണ്ടായി അവിടെ അല്ലേ? അതെ അതെ, HR ഓഫീസറായിട്ടും കിട്ടി. ഓ, കണ്ടോ, അവനെ നാണം കെട്ട് വരുമെന്ന് ആരോ പറഞ്ഞു. പക്ഷേ ആ വചനം കൊണ്ട് അതിനെ വെട്ടി എന്ത് ചെയ്തു? ഇന്ന് തകരുമെന്ന് പറഞ്ഞ് കേട്ട ആലോചനയ്ക്കകത്തും അവനെ ഇന്നും ആ പ്രൊമോഷനോടുകൂടെ ഇന്ന് സാക്ഷ്യം പറയുവാൻ കർത്ത. ഇതാണ് സത്യവചനത്തിന്റെ ശക്തി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു. അതെനിക്ക് ഇന്നലെ മോനോട് വേറൊരു ബ്രദർ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അവന് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി ആരോ സിസ്റ്റർ, അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മൾ കൈക്കൊള്ളരുത്. അങ്ങനെയുള്ള ഒരു പ്രവചനവും കേൾക്കരുത്. ഞാൻ എല്ലാവരോടും കൂടെ പറയുകയാണ്, അങ്ങനെയുള്ള ആൾക്കാരോട് ഗുഡ് ബൈ. എനിക്ക് നിങ്ങളുടെ താല്പര്യമില്ല. വചനം പറയുന്നു, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. വേറെ ഒരു പ്രവചനവും എത്ര വലിയ പ്രവാചകൻ വന്ന് പ്രവചിച്ചാലും കർത്താവിന്റെ വചനത്തിന് വിരോധമായ ഒരു പ്രവചനവും നമ്മൾ സ്വീകരിക്കരുത് കേട്ടോ. ഞാൻ സിസ്റ്ററോട് മാത്രമല്ല, ഞാൻ എല്ലാവരോടും പറയുന്നു. ഇന്ന് ഈ സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ കാണുന്നവർ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നമ്മൾ എല്ലാം പരിശുദ്ധാത്മാവാണ് പ്രവചിക്കുന്നതെന്ന് വിശ്വസിക്കരുത്. അതെല്ലാം പരിശുദ്ധാത്മാവല്ല. വചനം വെച്ച് നമ്മൾ എപ്പോഴും, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ തലമുറയെ പറ്റി പറഞ്ഞു നശിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് വചനം കേട്ടില്ല. പാമ്പുകളെയും തെലുകളെയും ശത്രുവിന്റെ സകലത്തിന്റെ അധികാരമുണ്ട്, ഞങ്ങളവിടെ നിൽക്കും. തലമുറയെ പറ്റി നമ്മളെപ്പറ്റി ബൈബിൾ പറയുന്നത് എപ്പോഴും ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന്.
ഏത് പ്രതികൂലത്തൂടെ കടന്നു പോകുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും കേട്ടോണം. നിങ്ങൾക്ക് ഇനി തല പോകുന്ന വിഷയമായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും പറയും, ഇല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ സാക്ഷിയാകും. 110% ബുദ്ധിയിലൊരു ചാൻസ് ഇല്ലായിരിക്കാം, പക്ഷെ യേശുവിൽ എനിക്ക് ഉറപ്പാണ് ദൈവം അത് ചെയ്യും. ബൈബിളിൽ അങ്ങനെ വചനം ഉണ്ടെങ്കിൽ അതേ നടക്കത്തുള്ളൂ. കേട്ടോ സിസ്റ്ററെ, മകനോട് പറയാം, അങ്ങനെയുള്ളവരോടൊന്നും കൂട്ടുകൊടുന്ന് പറ കേട്ടോ. നമ്മളെ എപ്പോഴും ഞാനൊരു കാര്യം, പ്രവചനം എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്. ഒന്ന്, ആശ്വാസത്തിന്, പ്രബോധനത്തിന്, ആത്മീക വർധനം. ഇതാണ് പ്രവചനം. ഇത് 3ഉം ഒരു പ്രവചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ പിടിക്കരുതേ. നമുക്കത് കേൾക്കുമ്പോൾ ആത്മീയ വർധനം ഉണ്ടാകണം, നമുക്ക് പ്രബോധനം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. കേട്ടോ, ഇത് പറയണം, മോള് പറയണം. അത്ഭുതമായിട്ട് ബ്രദർ ഇന്നലെ പിന്നെ വചനം ഇട്ടിരുന്നു. ഇന്ന് ഇട്ടിരുന്ന വചനം ഞാൻ മോൻ അയച്ചു കൊടുത്തു. എനിക്ക് ഭയങ്കര ആശ്വാസമായി. ആ വചനം അയച്ചു കൊടുത്തു. ഇന്ന് ബ്രദർ പറഞ്ഞ ക്ലാസ്സും വളരെ അത്ഭുതമായിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കും, കുഞ്ഞിന് സംഭവിക്കും എന്ന് ഞാൻ പൂർണ്ണ ഉറപ്പായി വിശ്വസിക്കുന്നു. വേറെ ഒന്നും പിടിക്കരുത്. ഇനിയിപ്പോ നമ്മുടെ തല തോകുന്ന പിശാശിന്റെ ആഗ്രഹമാണ് അവന്റെ പല കാര്യങ്ങളും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദന്റെ പ്രതീക്ഷയിൽ നിന്നും പത്രോസ്ലീഹ പറഞ്ഞ് എന്നെ വിടുവിച്ചു. അപ്പൊ പലരുടെയും പ്രതീക്ഷയാണ് പ്രവചനങ്ങൾ. അതൊന്നും പിടിച്ചേക്കരുത്. പിശാചിന്റെ ആഗ്രഹമല്ല നടക്കാൻ പോകും, ദൈവത്തിന്റെ പദ്ധതി നടക്കാൻ പോകുന്നത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ മറ്റാരോട് ബ്രദറെ പ്രൈസ് ലോർഡ്. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ബ്രദറെ, ഞാനൊന്ന് ചോദിക്കുകയാണ്. ബ്രദറെ, ഇന്ന് പ്രെയർ ഗ്രൂപ്പിനകത്ത് വേറൊരു ഗ്രൂപ്പിനകത്തോടുന്നു ഒരു യൂറോപ്പിൽ നിന്നുള്ള ഒരു ദൈവദാസനാണ്. ഭയങ്കര ബോണ്ടേജസ് ഒക്കെ എടുത്തു കളയുന്ന ഒരു ദൈവദാസനായി ഈ പുള്ളിക്കാരന്. അപ്പം വാട്സപ്പ് ഫേസ്ബുക്ക് വഴി ഇൻവൈറ്റ് ആയപ്പം ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു, പ്രശ്നങ്ങൾ വീട്ടിൽ ഒത്തിരി ഉണ്ട്, അതിനകത്തൊരു ലേഡിയെ കാണിക്കുന്നെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ തന്നെ പുള്ളി എന്നോട് ഇങ്ങനെ മെസ്സേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞു ഞാൻ. അപ്പം 3 ദിവസം ഭയങ്കര ബിസിയുള്ള ഒരു ദേവദാസനാ. ആ പുള്ളിക്കാരന്റെ പേരെനിക്ക് പറയാൻ അറിയത്തില്ല. ആ പുള്ളി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞു. എന്റെ വീട്ടിലാണെങ്കിൽ ഒത്തിരിയും പ്രശ്നത്തിന്റെ മധ്യത്തിലാണ്. മക്കള് ഒരു ചേർച്ചയില്ല, പഠിത്തം നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പം നമ്മളോട് സംസാരിക്കത്തില്ല, വഴക്കിടും, അങ്ങനെയൊക്കെയാണ്. ഒത്തിരി പ്രയാസത്തില് കടഭാരത്തിലൊക്കെ ആയിരിക്കും ഞാൻ. അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്. അപ്പൊ ഇങ്ങനെ ആ ദൈവാസം പറഞ്ഞു കഴിഞ്ഞ് 3 ദിവസം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു അനോയിന്റിങ് ഓയിലും മേടിക്കണം, 1 ഫോർ യുവർ ഫാമിലി ആൻഡ് 1 ഫോർ യുവർ സൺ എന്ന് പറഞ്ഞു. അത്തരം ഞാൻ പറഞ്ഞു, അത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഓയില് തളിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാല് ഇങ്ങനെ നമ്മള് സെയിൽ ചെയ്ത് അതിനകത്തുനിന്ന് മേടിച്ച് പ്രാർത്ഥിക്കാൻ ഐ ഡോണ്ട് ഹാവ് എഫർട്ട് ടു ബൈ ദാറ്റ് വൺ എന്ന് ഞാൻ പുള്ളിക്കാരനോട് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് പറയാൻ ഇടയായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, യു ക്യാൻ പ്രേ മീ, ലൈക്ക് ടോക്ക് ടു മീ ആൻഡ് പ്രേ മീ. മെസ്സേജ് ചെയ്യുമല്ല, ഐ വാണ്ട് ടു ഹിയർ യുവർ വോയിസ്, ദെൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് എന്നിട്ട് ആ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, യെസ് ഗോഡ് ഓഫ് ചൈൽഡ്, ഐ എം നൗ ഡ്രൈവിംഗ്, ഐ ക്യാൻ പ്രേ യു ലൈക്ക് ദാറ്റ്. ഇതിനകത്ത് ബ്രദറെ നമ്മൾക്കത് ബിലീവ് ചെയ്യാവോ അല്ലയോ? നമ്മൾ പൈസ ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടോ, നമുക്ക് വചനത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഉദാഹരണം പറയാം സിസ്റ്ററെ. ഇപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ വഴിമധ്യേ വരുന്ന പിച്ചള സർപ്പത്തെ, വഴിമധ്യേ വരുന്ന സിംഹത്തെയോ സർപ്പത്തെയോ കടലിനെയോ ഒന്നും ദൈവം പറഞ്ഞില്ല. അത് വഴി മധ്യേ, അത് നമ്മൾ നമ്മുടെ മുമ്പിൽ സങ്കടമുണ്ട്, സിസ്റ്റർക്ക് പ്രയാസമുണ്ട്, ഇതിന് രക്ഷപ്പെടാൻ ഏക മാർഗം എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറയണം, കർത്താവിന്റെ വചനം വീടിന്റെ അകത്തും മുഴങ്ങണം. കർത്താവിന്റെ വചനം ഭവനത്തിന്റെ അകത്തും. അതിന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വചനം എന്നത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ അതിന് മൂർച്ചയുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ വെട്ടി കീറി നമ്മുടെ അകത്തേക്ക് അത്ഭുതം ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അകത്ത് വചനം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും. ഇപ്പൊ ആ സൗകര്യ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ മകന് തകർന്നു പോകുന്ന ഒരു പ്രവചനം വന്നപ്പോൾ പെട്ടെന്ന് സൗകര്യ വചനം കേട്ടിട്ട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും. ആ വചനം പറഞ്ഞ് അവനൊന്നുമില്ലാത്തവനെ പോലെ വീട്ടിലോട്ട് ഇന്ത്യയിലോട്ട് വരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പൊ അവന് പ്രൊമോഷൻ കിട്ടി. വ്യത്യാസം കണ്ടോ? ആ കേട്ട ആലോചനയെ തിരസ്കരിച്ചിട്ട് വചനം കൊണ്ട് നമ്മൾ കയറി വരണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ 3 ദിവസം ഉപവാസം ഇരുന്നുകൊണ്ടല്ല നമ്മുടെ വിടുതൽ. യേശു ക്രൂശിൽ എന്നെ വിടുവിച്ചു. കർത്താവിന്റെ ക്രൂശിനേക്കാൾ വില എൻ്റെ ഉപവാസത്തിനില്ല.
കർത്താവിൻ്റെ ക്രൂശിനേക്കാൾ വില ഒന്നിനുമില്ല. ക്രൂശിൽ എന്നെ വിടുവിച്ചത് കൊണ്ട് ആ വചനത്താൽ ബലപ്പെടുക, വചനം എന്ന വാളുകൊണ്ട് വെട്ടി നീക്കുക. ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഒരു നിമിഷം ഞാനിപ്പം പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഇതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ പണ്ട് ചെയ്തതുപോലെ തന്നെ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിന്നെ ആര് നമ്മൾ വഞ്ചിക്കപ്പെടരുന്ന ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ പിശാച് വന്ന് കൂടോത്രം ചെയ്യുന്നതല്ല, വചനത്തെ മറിച്ചു കളയും. എപ്പോഴും ഓർത്തോണം, കർത്താവ് നമ്മളെ അത്ഭുതമാക്കി തീർക്കും. ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇപ്പം എല്ലാവരും മൈക്കുകളൊക്കെ ലൈവിലും ഒക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ലോകം മുഴുവൻ കടന്ന് എല്ലായിടത്തും പോയി വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ബൈബിളുമായിട്ട് പോകണം. ബൈബിളിൽ അങ്ങനെ തന്നെയോ എന്ന് ബെരോവയിലെ വിശ്വാസികൾ പരിശോധിച്ചതുപോലെ നിങ്ങൾ പരിശോധിക്കണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. ദൈവം നമ്മളെ അറിവ് തരും കേട്ടോ. നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല, നമ്മൾ വളരുകയാണ്. ദൈവം നമ്മളെ വളർത്തുകയാണ്. തെറ്റിദ്ധാരണകൾ പരത്തുവാൻ ഒത്തിരിയുണ്ട്. നമ്മളൊരു വിഷയത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകരുത്. ദൈവം പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം.